നമ്മളുടെ ഈ പരിപാടി ആരംഭിക്കുകയാണ്. നമ്മളുടെ മഹനീയമായ സാന്നിധ്യം സ്വീകരിച്ചുകൊണ്ട് മഹത് വ്യക്തികളിവിടെ സന്നിധരായിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂരിൽ നിന്ന് ആരംഭിച്ച് പാലക്കാട് ജില്ലയിൽ ശക്തമായ പ്രവർത്തനം തുടങ്ങി കേരളത്തിലെ പല ജില്ലകളിലും വ്യാപിപ്പിച്ച് ഇന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു കിടക്കുന്ന ബഹുലമായിട്ടുള്ള ഒരു വടവൃക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഈ സംഘടന. ഈ സംഘടനയുടെ നമ്മുടെ എല്ലാമായ നമ്മുടെ നെടുംതൂണായ ദൈവതുല്യനായ മഹത് വ്യക്തി ബഹുമാനപ്പെട്ട മോഹനൻ സർ ഇവിടെ സന്നിധരായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ശക്തമായ പ്രവർത്തനം, അതേപോലെ തന്നെ നമ്മളുടെ യൂസഫ് സാറ് പിന്നെ സമസ്ത മേഖലയിലും പ്രാവീണ്യം തെളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഡോക്ടറാണ്. ഡോക്ടർ മാത്രം പോരാ, എനിക്ക് കുറച്ചും കൂടി മികവാർന്ന കഴിവുകൾ തെളിയിക്കണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അദ്ദേഹം ഒരു വക്കീലുമായിട്ട് നമുക്ക് നമ്മളെ കൂടെ അദ്ദേഹത്തിനെ ശോഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നമ്മളുടെ ഈ സംഘടനയ്ക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അംഗീകാരം. എല്ലാവരും ഈ സംഘടനയിൽ വന്നിട്ടുള്ള ഈ പ്രസ്ഥാനത്തിന്റെ നെടുംതൂണായിട്ട് നമ്മളും ഇവരോടൊപ്പം ഈ മാർഗദർശികളായിട്ടുള്ള നമ്മളുടെ ഈ വീര അല്ലെങ്കിൽ ബഹുമാന്യരായിട്ടുള്ള ഇവരുടെ കൂടെ നമ്മളും അണിചേർന്ന് ഈ സംഘടനയ്ക്ക് ശക്തി പകരണം എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്. നമ്മളുടെ ഇവിടെ ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇവിടെ പടർന്ന് പന്തലിച്ച് ഇവിടെ തന്നെ വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറി. മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഇവിടെ വേണം. എല്ലാ അംഗങ്ങളെയും ഇതില് നമ്മൾ കൊണ്ടുവരണം, എല്ലാ കുടുംബങ്ങളെയും ഇതിൽ പങ്കാളികളാക്കണം. ഇത് കുറച്ചു പേര് മാത്രം നമ്മളെ ഓങ്ങല്ലൂരോ അല്ലെങ്കിൽ പട്ടാമ്പിയിലുള്ള ആളുകളുടെ മാത്രം ഒരു പ്രോഗ്രാമായിട്ട് മാറാതെ ഇത് ഇന്ത്യയിലെ വലിയൊരു പ്രസ്ഥാനമായിട്ട് ഒരു വടവൃക്ഷമായിട്ട് മാറണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് കൂടുതൽ മെമ്പർമാരെ, സത്യസന്ധരായിട്ടുള്ള മെമ്പർമാര് വരണം, സത്യസന്ധരായിരിക്കണം, ആത്മാർത്ഥതയോടുകൂടി ഈ സംഘടനയ്ക്ക് വേണ്ടി പരിപൂർണമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരായിരിക്കണം. അങ്ങനത്തെ വ്യക്തികളെ ഇതിലേക്ക് നിങ്ങളുടെ കൂടെ കൊണ്ടുവരണമെന്നും കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളുടെ ഈ സംഘടനയുടെ 16ാമത് വാർഷിക യോഗത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്ന ഈ സംഘടനയുടെ എല്ലാമായിട്ടുള്ള, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ ദൈവതുല്യനായിട്ടുള്ള ബഹുമാന്യനായ, എത്രത്തോളം നമ്മൾക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നതിന് ഒരു അതിരുകളില്ലാത്ത ഈ സംഘടനയെ ജീവന് തുല്യം സ്നേഹിച്ച് അഹോരാത്രം പണിപ്പെട്ട് ഈ സംഘടന വളർത്തിയിട്ടുള്ള നമ്മളുടെ ഇതിന്റെ എല്ലാമായിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മളുടെ ശ്രീ കെ മോഹൻദാസ് സർ, റിട്ടയർഡ് ജഡ്ജി അവർകളെ ആദരപൂർവം
ഈ സദസ്സിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ സംഘടനയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ വിംഗ് കമാൻഡർ ഗോപാലകൃഷ്ണൻ സർ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഈ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള, ഇപ്പോഴും പ്രായത്തെ അതിജീവിച്ചുകൊണ്ട് ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് ചെറുപ്പക്കാർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത അതിശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടുള്ള നമ്മളുടെ ഉണ്ണിയൻകുട്ടി സാർ, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ CI ആണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മളുടെ സംഘടനയുടെ നെടുന്തൂണ് നേരത്തെ ഞാൻ പറഞ്ഞ യൂസഫ് സർ അഡ്വക്കേറ്റ് ആൻഡ് ഡോക്ടർ രണ്ടും കൂടെയാണ്. ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അതേപോലെ ഈ സംഘടനയുടെ പ്രവർത്തനം കണ്ട് സന്തോഷം പങ്കുവെക്കാനായിട്ട് ഡോക്ടർ എം രാമചന്ദ്രൻ എന്ന് പറയുന്ന ബഹുമാന്യനായിട്ടുള്ള മഹത് വ്യക്തി, അദ്ദേഹം ഇപ്പോ നാസയിലാണ്, സെക്രട്ടറി ജനറൽ UN എഡ്യൂക്കേഷൻ വോളണ്ടിയേഴ്സ് ടീം ഇന്ത്യയുടെ പ്രതിനിധിയാണ്. അദ്ദേഹം നമ്മളായിട്ട് ഓൺലൈനിൽ ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനും ഈ സദസ്സിലേക്ക് ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചു കൊള്ളുകയാണ്. അതേപോലെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ബാംഗ്ലൂരിൽ നിന്ന്, കർണാടക സ്റ്റേറ്റിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സംഘടനയുടെ വ്യാപ്തി പല സംസ്ഥാനങ്ങളിലേക്കും എത്തിയതിനുള്ള ഒരു തെളിവ് കൂടിയാണ്. പ്രൊഫസർ വെങ്കടാചലപതി സർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ലോ കോളേജ് പ്രിൻസിപ്പൽ ഓഫ് കർണാടക, അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അതേപോലെ തുടക്കം മുതൽ ഈ സംഘടനയ്ക്കും പൊതുപ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സുലൈമാൻ സർ അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മൾക്കെല്ലാം പരിചിത ധാരാളം പരിചയവും അതുപോലെ എന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പ്രിയങ്കരിയായ സംഗീത നമ്മളുടെ ഈ പ്രദേശത്തെ വാർഡ് മെമ്പറാണ്. സാമൂഹിക രാഷ്ട്രീയ സജീവമായിട്ട് എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെയും ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ യൂണിയൻ സെക്രട്ടറി, നമ്മുടെ എഡ്യൂക്കേഷൻ പ്രസിഡന്റ്, അദ്ദേഹമാണ് ഓൺലൈനിൽ നമ്മളായിട്ട് സംസാരിക്കുന്നത്. Hello, Patambi. Good morning to all of you. Good morning. ഫിസിക്കലായി എന്റെ പട്ടണത്തിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മനസ്സുകൊണ്ട് I am with you, I am amongst you. In fact, I made a detailed plan to be there, meeting like sir and all the volunteers of Asian Human Rights Organization. Let me first extend my warm greetings and best wishes to the 16th AGM of Asian Human Rights Organization Patambi chapter. ബഹുമാനപ്പെട്ട
AGM Adhyakshan Justice K.P. Mohandas sir, Wing Commander Gopalakrishna sir, Dr. Yusuf Mutaratil Advocate sir, Dr. Krishna Das sir, academicians like Professor Venkata Salahuddin sir, Mr. Sukumaran sir, Sulaiman sir, Mr. Manatu Ravi Verma sir, on the office bearers of Asian Human Rights Bullard and Lakshadweep chapter, foreign advocates, juries, eminent personalities of Patambi, my salute to all of you. We have a common way that normally we share with the volunteers. You people, during your service period as well as post-treatment, have come to a common platform to save the human beings, and we are functioning as per our own will against atrocities, against inhuman activities, against the injustice what is happening worldwide. So we, as a representative of human, ഐക്യരാഷ്ട്ര സംഘടനകളുടെ സംഘടനാ പ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾ വ്യക്തിപരമായി ഇത്തരത്തിലുള്ള സംഘടിത മനുഷ്യ കൂട്ടായ്മയെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാറുണ്ട്. ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനും പട്ടാമ്പി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നല്ലവരായ നിങ്ങളൊക്കെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയൊക്കെ വളരെ ബഹുമാനപ്പെടുത്തിയാണ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ ഓരോ ചുവടുവെപ്പും മനുഷ്യാവകാശ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിച്ചു. അത് പട്ടാമ്പിയിലായാലും തലശ്ശേരിയിലായാലും കോഴിക്കോടായാലും ചാലക്കുടിയിലായാലും നടന്ന പോലീസ് സ്റ്റേഷനിൽ നടന്ന ഗാസയിൽ പാലസ്തീൻ വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ നിലനിൽക്കുന്ന മനുഷ്യാവകാശ എവിടെ ഉണ്ടായാലും അതിനെ പ്രതിഷേധിക്കാനും അതിനെതിരെ പ്രമേയത്തിലൂടെ നമ്മളെ പോലെ സാധാരണക്കാർക്ക് കഴിയും. എന്റെ സംഘടനയെ കുറിച്ച് ഡോക്ടർ APJ അബ്ദുൽ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം എടുത്തതിന് ശേഷം രണ്ടാമത് യൂണിവേഴ്സിറ്റിയിൽ താമസമാക്കിയതിനു ശേഷം ഞങ്ങൾ കുറച്ചുപേര്, അതിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തായ അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റിന്റെ മകനായ അസീസ് ഫിസിക്സ് അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ ഉമ്മ APJ കലാമിന്റെ ബാല്യകാല സഹപ്രവർത്തകയും ബാല്യകാല ക്ലാസ്മേറ്റ് ആയിരുന്നു എന്റെ രാമേശ്വരത്ത്. അപ്പൊ ഞങ്ങള് വിദ്യാഭ്യാസ ഞങ്ങളുടെ താഴെ കാർപ്പറ്റിൽ ഇരുന്ന് സംസാരിച്ചതിന് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് ഇങ്ങനെ സമൂഹത്തെ എംപവർ ചെയ്യാൻ സാധിക്കും. അതിന് അദ്ദേഹം നമുക്ക് തന്ന ഉപദേശമാണ് രാജ്യത്ത് വളരെ സംഘടന രൂപീകരിച്ച് യൂണിയൻ അഫിലിയേഷൻ നടത്തി നിങ്ങളുടെ രീതി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ആ 17 പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് കഴിയാവുന്ന പ്രവർത്തനമായ ക്വാളിറ്റി രണ്ടാമത്തെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിലെ വികസനത്തിന്റെ 4ാമത്തെ ക്ലോസ് ആയ ക്വാളിറ്റി എഡ്യൂക്കേഷൻ
അത് നിങ്ങളുടെ കഴിവുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇതായിരുന്നു കലാം സാറിന്റെ ഉപദേശം. ആ ഉപദേശം നമ്മളെ മനസ്സിലും പ്രവൃത്തിയിലും പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ ഇന്ന് മുതൽ ഇന്ന് വരെ രാജ്യത്തെ ഏകദേശം 85 വോളണ്ടിയർമാര് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് വോളണ്ടിയർമാരുണ്ട്. സ്കൂളുകളിൽ, കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിലൊക്കെ. ഞങ്ങളിൽ പ്രധാനമായും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെ കുറിച്ച് വിദ്യാർത്ഥികളെ, കോളേജ് വിദ്യാർത്ഥികളെ, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ എങ്ങനെ എഡ്യൂക്കേഷൻ ചെയ്യാം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഉദാഹരണത്തിന് നമ്മുടെ UN വോളണ്ടിയേഴ്സ് നമുക്ക് അകത്തുമുള്ള നമ്മുടെ നിങ്ങളിലൊക്കെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ, കോളേജിലെത്തിയ വിദ്യാർത്ഥികളെ കൊണ്ട് കുട്ടികള് എന്താണ് നമ്മുടെ ഇന്ത്യയിലൂടെ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്. ആ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് ഓരോ പൗരനെയും പ്രത്യേകിച്ച് നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികളെ ബോധവാന്മാരാക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രവർത്തനം ഫണ്ടമെന്റൽ മാത്രം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചും അവകാശങ്ങളെ കുറിച്ചും അതോടൊപ്പം തന്നെ പൗരബോധത്തെ കുറിച്ചും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ അണിനിരത്തി അവരെ ബോധവാന്മാരാക്കുക. അത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാമാണ് ഞങ്ങൾ ഇതുവരെ പ്രധാനമായും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പ്രൊട്ടക്ട് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ അതുപോലെ ഏത് ഭാഗത്ത് ഇവിടെ നടന്നാലും ശരി UN ഐക്യരാഷ്ട്ര സംഘടനയുടെ നമ്മുടെ ഓർഗനൈസേഷനിൽ കൂടി ധാരാളം ഹ്യൂമൻ കൗൺസിൽ അതുപോലെ ധാരാളം അതുപോലെ തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കേരളത്തിലടക്കം I will come and meet you next week, sir. I will come and quickly meet you. Okay, more, sir. Now, yes, sir. With your permission, can I exit? Annual General Body meeting തുടങ്ങുകയാണ്. അതിന്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ചൊല്ലുന്നതിന് എന്റെ സഹധർമ്മിണിയും ആമയൂർ സൗത്ത് സ്കൂളിലെ പ്രധാന അധ്യാപികയുമായ അനോജ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. ചന്ദമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരുകടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തിയും. താങ്ക് യു. ബഹുമാന്യനായ ശ്രീ ഉണ്ണിൻകുട്ടി സർ അവരെ ഈ സംഘടനയുടെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളും. ബഹുമാന്യ വ്യക്തികളെ സ്റ്റേജിലും സദസ്സിലുമുള്ള എല്ലാ മാന്യ വ്യക്തിത്വങ്ങളെ ladies and gentlemen, especially one of Dr. Bakar Jalil sir is a
He was a principal of law college in Karnataka state. He has, with all troubles, especially he is having certain problems, physical as well as health problems, conditions. Still he is willing to attend our Jan body meeting, along with another member. But unfortunately, that particular advocate could not attend the meeting due to certain, he was a High Court advocate also, due to certain other difficulties. However, he came yesterday itself and now attending our meeting. So I would like to welcome him first of all into this Asian Human Rights meeting. ഇനി നമ്മുടെ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ നമ്മുടെ എല്ലാ ജീവനാടി എന്ന് പറയുന്ന പോലെ പറഞ്ഞ നമ്മുടെ ഇന്നത്തെ ഈ അസോസിയേഷൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, ഡിസ്ട്രിക്ട് ജഡ്ജ്, റിട്ടയർഡ്, ഞങ്ങൾ വളരെ കാലത്തെ പരിചയം ബന്ധങ്ങളുള്ളതാണ്. ജോലി ചെയ്യുന്ന കാലം മുതലുള്ള ബന്ധമുള്ള വ്യക്തിത്വമാണ്. വളരെ സുപ്രദമായ, വളരെ പ്രധാനപ്പെട്ട പല കേസുകളിലും വിധി പറഞ്ഞിട്ടുള്ള ജില്ലാ ജഡ്ജിയാണ് അദ്ദേഹം. ഇപ്പോഴും വയസ്സ് 80 മീതെയായിട്ട് പോലും നമുക്ക് നമ്മുടെ ഈ പ്രസ്ഥാനത്തോട് അങ്ങേറ്റം കൂറ് കാണിച്ചുകൊണ്ട് എല്ലാ സഹായങ്ങളും നിന്നുകൊണ്ട് നമ്മളെ ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാവാണ്, വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ. ഞാനും ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു ഭാഗമായിരുന്നു. ആ ഇന്ത്യൻ എയർഫോഴ്സിൽ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് വിങ്ങവേണ്ടർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം ഇതേപോലെ എറണാകുളത്ത് വളരെ തിരക്കേറിയ പല പ്രസ്ഥാനങ്ങളിലെയും സജീവ പ്രവർത്തനം, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും സജീവമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. എന്നിരുന്നാലും ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നമ്മളോടുകൂടെ പ്രവർത്തിക്കുന്നതിൽ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. അദ്ദേഹം ഇന്നലെ തന്നെ ഇതേ പ്രകാരം എറണാകുളത്ത് നിന്ന് ഇവിടെ വന്ന് ഹാർട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നമ്മുടെ വിങ്ങവേണ്ടർ ഗോപാലകൃഷ്ണൻ സാറിനെ പ്രത്യേകം ഇതേപോലെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജനറൽ സെക്രട്ടറി അസോസിയേഷൻ്റെ എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ്. അദ്ദേഹത്തെ പറ്റി കൂടുതലൊന്നും പറയാനില്ല. എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടറേറ്റും അതേപോലെ അഡ്വക്കേറ്റ് നീതിന്യായപീഠത്തിൽ അഡ്വക്കേറ്റ് വക്കീൽ ബിരുദവും കൂടെ എടുത്തിട്ടുള്ള ആ മഹാവ്യക്തിത്വം ഞാൻ നമ്മുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പട്ടാമ്പി ബാർ ഹൗസിൻ്റെ നിലവിലുള്ള സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് ശശിധരൻ സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇതേപോലെ അവരെല്ലാം തീർച്ചയായിട്ടും ബാർ ഹൗസിൻ്റെ മെമ്പർ, സെക്രട്ടറി, പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അവർ പല കാര്യങ്ങളിലും പല നിലക്കും പല പ്രവർത്തനങ്ങളും മുഴുകിയിരിക്കുന്ന ആൾക്കാരാണ്. എങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള അദ്ദേഹത്തെ ഹാർദമായ സ്വാഗതം ചെയ്യും. അതുപോലെ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തും നമ്മുടെ അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയും കൂടെ ആയിട്ടുള്ള എൻ്റെ വളരെ അടുത്ത കൂട്ടുകാരനായിട്ടുള്ള ഒരു ഫിലിം സ്റ്റാറും കൂടെ ആയിട്ടുള്ള വ്യക്തിത്വമുണ്ട്. അദ്ദേഹം വേറെ മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള മറ്റു പല വ്യക്തികളുമായിട്ട് ചേർന്നുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം CS സോമസുന്ദരൻ സാർ, റിട്ടയർഡ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മലപ്പുറം ജില്ലയിൽ നിന്ന് എത്തിയിട്ടുള്ള നമ്മുടെ മഹാവ്യക്തിത്വങ്ങളായ ഡോക്ടർ കൃഷ്ണദാസ്, ഹംസപ്പ, ശശിധരൻ തുടങ്ങിയ വ്യക്തികളെ ഞാൻ അവിടെ നമ്മുടെ ഇതിലൊക്കെ പ്രധാനമായി നമ്മുടെ ഇവിടുത്തെ ഈ പട്ടാമ്പി ഈ ഏരിയയിലെ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ കൂടിയായിട്ടുള്ള
നമ്മുടെ കൂടെ പല കാര്യങ്ങളും മുമ്പ് പല പ്രാവശ്യം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമായിട്ടുള്ള ഒരു മഹാവ്യക്തിയാണ് മിസ്സിസ് സംഗീത മേഡം. അവരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നാഷണൽ എക്സർവേഷൻ കോർഡിനേഷൻ യൂണിറ്റിന്റെ ഞാനും അതിൻ്റെ ഒരു വ്യക്തിയാണ്. കാരണം ഇന്ത്യൻ ജോലി ചെയ്തുകൊണ്ട് എക്സർവേഷൻ അസോസിയേഷൻ്റെ ചെറുപ്പശ്ശേരി അവിടുത്തെ നിലവിലുള്ള പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നമ്മുടെ സെയ്ദ് മാധവൻ ഞാൻ എൻ്റെ പഴയ സുഹൃത്തും ഒരുമിച്ച് ഇന്ത്യൻ എയർഫോഴ്സിൽ തന്നെ 965 മുതൽ ട്രെയിനിങ് കാലത്ത് പോലും ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ള ട്രെയിനിങ് നടത്തിയിട്ടുള്ള വ്യക്തികളിൽ ഒന്നായ മിസ്റ്റർ ഫാറൂഖ് ഫ്രം പെരുമ്പില, അദ്ദേഹത്തെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ കക്ഷി ജാതി രാഷ്ട്രീയ മതഭേദമില്ലാതെ ഒരു രാഷ്ട്രീയ ചിന്താഗതിയില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് ഒരുപോലെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു വരുന്ന തൃശ്ശൂർ ജില്ലയിലെ DCC സെക്രട്ടറി, ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലവിലെ സെക്രട്ടറി കൂടിയായിട്ടുള്ള സുലൈമാൻ എന്ന് പറഞ്ഞ വ്യക്തിത്വം എൻ്റെ വളരെ അടുത്തും അദ്ദേഹം സ്വാഗതം. കൂടാതെ ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എൻ്റെ ചെറുപ്പശ്ശേരി യൂണിറ്റിൽ നിന്ന് തന്നെ എത്തിയിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറയാൻ ഒരുപാട് സമയമെടുക്കും. എല്ലാവരെയും പ്രത്യേകിച്ച് ഞാൻ അതുകൊണ്ട് എല്ലാവരെയും നമ്മുടെ ഈ അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ MC ആയിട്ടുള്ള ബാലേന്ദ്രൻ നല്ല രീതിയിൽ നിങ്ങളെല്ലാവരെയും ആദ്യം തന്നെ അഭിസംബോധന ചെയ്ത് സംസാരിക്കണ്ടായി. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യും. അതേപോലെ മറ്റെല്ലാ വ്യക്തികളെയും പ്രത്യേകം ഒരിക്കൽ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കോട് ഉപസംഹരിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗമാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ ഡിസ്ട്രിക്ട് ജഡ്ജ് മോഹൻദാസ് സാറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ ഉദ്ഘാടകൻ ശ്രീ വിംഗ് കമാൻഡർ ഗോപാലകൃഷ്ണൻ, ആദരണീയരായ ഈ വേദിയിലുള്ള വൈസ് പ്രസിഡന്റ് ശ്രീ ഉണ്ണിയൻകുട്ടി, ഈ ഓർഗനൈസേഷന്റെ ജനറൽ സെക്രട്ടറി ശ്രീ യൂസഫ് കൊട്ടാരത്തിൽ, ആദരണീയനായ പ്രിൻസിപ്പൽ ശ്രീ വെങ്കടാചലപതി സ്വാമി, ബഹുമാനപ്പെട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിദ്യാധരൻ, ബഹുമാനിയായ ശ്രീമതി സംഗീത, ശ്രീ സോമസുന്ദരൻ, വേദിയിൽ സദസ്സിലും സദസ്സിലുള്ള ആദരണീയരായ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ ഈ 16ാം വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം വളരെ യുവാക്കളായ നമ്മുടെ വൈസ് പ്രസിഡന്റും അതുപോലെ ജനറൽ സെക്രട്ടറിക്കും ഇടയിൽ ഒരു വയോധികനെ വേണ്ടി വരും എന്നുള്ള നിലയിലാണ് എന്നെ ഇതിൽ തുടരാൻ ഇവർ സമ്മതിച്ചിട്ടുള്ളത്. ഈ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി 78 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും നമുക്ക് ഈ മനുഷ്യാവകാശങ്ങളെ പറ്റി സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ ഒരു വിരോധാഭാസമാണ്. പൊതുവായ നമ്മുടെ സ്ഥിതി, രാഷ്ട്രത്തിൻ്റെ സ്ഥിതിയും മറ്റും നോക്കുമ്പോൾ വളരെ ആശങ്കാജനകമായ പല കാര്യങ്ങളുമുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ രാജ്യം
ഒരു കൊല്ലത്തോളം പോലും നിലനിൽക്കില്ല എന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ. കാരണം വിവിധ മതങ്ങൾ, അനേകം സംസ്കാരങ്ങൾ, അനേകം ഭാഷകൾ, അനേകം ഭൂപ്രകൃതികൾ ഒക്കെയുള്ള ഒരു രാജ്യത്തിലെ ഒരു ദേശീയതയുടെ അടിസ്ഥാനത്തിൽ നിലനിർത്തുക എന്നുള്ളത് വളരെ അപ്രസാധ്യമായ ഒരു സംഗതിയായിരുന്നു. അപ്പോൾ ഈ ഇന്ത്യയെ ഒരു രാഷ്ട്രം എന്ന നിലയിൽ തന്നെ വിളിക്കാൻ പറ്റില്ല എന്നായിരുന്നു ഈ കൊളോണിയൽ വാഴ്ചക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ ധാരണ. വിൻസ്റ്റൺ ചർച്ചിൽ തന്നെ ഒരിക്കൽ പറയണ്ടായി, ഭൂമധ്യരേഖയെ ഒരു രാഷ്ട്രം എന്ന് പറയാമെങ്കിൽ ഇന്ത്യയെയും ഒരു രാഷ്ട്രം എന്ന് പറയാം. പക്ഷേ നമ്മൾ അതിനെല്ലാം അതിജീവിച്ചു. നമ്മുടെ ജനാധിപത്യവും മതേതരത്വവും മറ്റുള്ള മൂല്യങ്ങളുമുള്ള ഒരു ഭരണഘടന ഉള്ളതുകൊണ്ട് അതിനെ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാണ് ഇപ്പോഴും ഇന്ത്യ ഒന്നായി നിൽക്കുന്നത്. നമുക്കറിയാം, ബ്രിട്ടീഷ് കോളനിയിൽ നിന്ന് വേറെ കോളനി വാഴ്ചയിൽ നിന്നും സ്വതന്ത്രമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഒന്നുകിൽ രാഷ്ട്രങ്ങളോ അല്ലെങ്കിൽ ഏകാധിപത്യ രാഷ്ട്രങ്ങളോ ആയി മാറി. പക്ഷെ ഇന്ത്യയിൽ ഇപ്പോഴും ഒരു ഡെമോക്രസി, വളരെ ശക്തമായ ജനാധിപത്യവും മതേതരത്വവും ഉള്ള ഒരു രാജ്യമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷേ നമുക്ക് ചുറ്റും നോക്കുമ്പോൾ വളരെ ആശങ്കാകരമായ പല സംഗതികളുമുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കെല്ലാം നിർഭയമായി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇന്നും ഇന്ത്യയുടെ പല കോണുകളിലുമുണ്ട്. നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനവും വളരെ നല്ല നിലയിലല്ല എന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, ഈ നമ്മുടെ ഈ ശക്തമായ നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന സ്ഥാപനത്തിനെ പറ്റി നമ്മളെല്ലാവരും അതിൻ്റെ സാധ്യതകളെ പറ്റി അറിഞ്ഞത് TN ശേഷൻ ഇലക്ഷൻ കമ്മീഷണറായി വന്നപ്പോഴാണ്. അദ്ദേഹം ഭരണകക്ഷിക്ക് അനഭിമതനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിറകരിയാൻ വേണ്ടി വേറെ 2 ഇലക്ഷൻ കമ്മീഷണർമാരെ വെച്ചു. എന്നാലും അത് താരതമ്യേന വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പക്ഷെ ഇന്ന് അതിനെപ്പറ്റി ഒരുപാട് ആക്ഷേപങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഈ ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഈ ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ഭരണകക്ഷിക്ക് അഭിമതനായിട്ടുള്ള ആളുകളെ കിട്ടാതെ വന്നപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ പേര് മാറ്റി. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മറ്റൊരു മന്ത്രിയും പ്രതിപക്ഷ നേതാവും. അങ്ങനെ നോക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഈ ഇലക്ഷൻ കമ്മീഷനിൽ വരുന്ന ഈ ബ്യൂറോക്രാറ്റുകളാണ് ഇലക്ഷൻ കമ്മീഷനിൽ വരുന്നത്. ഗവൺമെന്റിന് ആരെ പിക്ക് ആൻഡ് ചൂസ് ആരെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം എന്നുള്ളൊരു സ്ഥിതിക്ക് വന്നു. നമുക്കറിയാം, ഇപ്പോൾ ബീഹാറിലൊക്കെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തുകയാണ്. സ്പെഷ്യൽ ഡ്രൈവ് 65 ലക്ഷത്തോളം ആളുകളെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് നിഷ്കാസനം ചെയ്തു എന്നുള്ള ആക്ഷേപമുണ്ട്. അതിനെ പറ്റിയുള്ള വലിയ ആക്ഷേപങ്ങൾ നടക്കുന്നുണ്ട്. സംഗതി ഇപ്പോൾ സുപ്രീം കോടതിയിൽ മുമ്പിലാണ്. പിന്നെ നമുക്ക് വളരെ അഭിമാനകരമായി ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു സ്ഥാപനമാണ് സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ കാര്യത്തിലും ജഡ്ജിമാരുടെ നിയമനത്തിന്റെ കാര്യത്തിലുമെല്ലാം വളരെ ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ വരുന്നു. പണ്ട് ഏറ്റവും നല്ല ജഡ്ജിമാരാണ്, ഏറ്റവും നല്ല കഴിവുള്ള ആളുകളായിരുന്നു ജഡ്ജിമാരായി വന്നിരുന്നത്. സുപ്രീം കോടതി ജഡ്ജിമാർ ഈ ഭരിക്കുന്ന കക്ഷിക്ക് എപ്പോഴും കോടതികൾ ഒരു അലോസരം ഉണ്ടാകും.
നമുക്കറിയാം പണ്ട് ഈ ഒരു കേസ് ഉണ്ടായിരുന്നു. ഈ ഒരു കേശവാനന്ദ, കൂടുതലായിട്ട് പറയുന്നില്ല, കേശവാനന്ദ ഭാരതി എന്നുള്ള കേസ്. നമ്മുടെ ഭരണഘടന മാറ്റാം, അമെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷേ അതിന്റെ ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന ഘടന മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു വിധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തുണ്ടായി, ഈ ഗവൺമെന്റ് പുരോഗമനമെന്ന് കരുതുന്ന പല നിയമങ്ങൾ നടപ്പാക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ അതിന്റെ പേരില് നമ്മുടെ ഒരു ജഡ്ജിമാർ ഗവൺമെന്റിന്റെ ഫിലോസഫിയോട് യോജിച്ചവരാണ് എന്നുള്ളൊരു സിദ്ധാന്തം ഏത് ഭരണകക്ഷിയായാലും അങ്ങനെയാണ്. പണ്ട് 3 ജഡ്ജിമാരെ മറികടന്ന് സീനിയോറിറ്റിക്ക് വളരെ താഴെയുള്ള ഒരു ജഡ്ജിയെ ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതിയിൽ നിയമിച്ചു. അപ്പോ അതിനെതിരായിട്ട് അത് പാർലമെന്റിൽ ഉയർന്നു വന്നപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്ത് മോഹൻ കുമരമംഗലം എന്നൊരു മന്ത്രിയായി. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഭരിക്കുന്ന കക്ഷിയുടെ ഫിലോസഫിയോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കണം ജഡ്ജിമാർ. അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിരുന്ന ഒരാൾ പിറ്റേ ദിവസം ഹൈക്കോടതി ജഡ്ജിയാവും. അപ്പൊ ആളുകൾക്ക് അത് വളരെ സംശയമായിട്ടുള്ള ഒരു സാഹചര്യം നിലവിൽ വരും. ഞാനിതെല്ലാം പറയാൻ കാരണം നമ്മുടെ നാട്ടിലെ ജനാധിപത്യം, മതേതരത്വം, ഉന്നതമായ ജുഡീഷ്യൽ സംവിധാനം, ഇതിനെല്ലാം കളങ്കം വരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മൾ വളരെ എത്രയോ ആളുകളുടെ ത്യാഗത്തിന്റെ അടിസ്ഥാനത്തിൽ നേടിയെടുത്ത ഒരു സിദ്ധിയാണ് നമുക്ക്. അതിനെ നിലനിർത്തുക എന്നുള്ളത് ഓരോരുത്തരുടെയും കടമയാണ്. ഈ യോഗത്തില് നമ്മൾ ഈ മനുഷ്യാവകാശങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളെ പറ്റി ആളുകൾക്ക് ബോധമുണ്ടാകണം. അതിനെപ്പറ്റി ഇതെല്ലാം നിലനിന്ന് പോകണം എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. മനുഷ്യാവകാശ ധ്വംസനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്. അതൊന്നും ഞാനിവിടെ പറയാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നില്ല. വളരെ പരിണതരായിട്ടുള്ള പ്രാസംഗികന്മാരുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മുടെ നാടിൻ്റെ സ്ഥിതി ഇതേ നിലയിൽ നിലനിർത്താൻ ഓരോ പൗരനും അവകാശം, ഓരോ പൗരനും കടമയുണ്ട്. അത് ഉണ്ടാകാനുള്ള ഒരു ബോധവൽക്കരണം ആയി തീരട്ടെ ഈ യോഗത്തിലെ പ്രവർത്തനങ്ങൾ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ തരുണത്തിൽ കൂടുതലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്നതാണ്. ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട വിംഗ് കമാൻഡർ ഗോപാലകൃഷ്ണൻ സർ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷന്റെ 16ാമത് വാർഷിക പൊതുയോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിൽ എന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. ഇതിൻ്റെ അധ്യക്ഷനും പ്രസിഡന്റുമായ ജസ്റ്റിസ് മോഹനദാസ് സർ, വൈസ് പ്രസിഡന്റ് ഉണ്ണിയൻകുട്ടി, ഈ സംഘടനയുടെ എല്ലാമായ ജനറൽ സെക്രട്ടറി ഡോക്ടർ യൂസഫ് കൊട്ടാരത്തിൽ, ഇന്ന് ഓൺലൈനിലായിട്ട് നമ്മളോട് സംസാരിച്ച മുഖ്യ അതിഥി ഡോക്ടർ എം രാമചന്ദ്രൻ, നമ്മൾക്ക്
അഭിനന്ദന പ്രസംഗം ചെയ്യാനായിട്ട് ഏറ്റിട്ടുള്ള പ്രൊഫസർ വെങ്കടാചലപതി സ്വാമി സാർ, ശ്രീ സുലൈമാൻ അവറുകൾ, KT ഹംസ സർ, ശ്രീ സേതുമാധവൻ സർ, പട്ടാമ്പി ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് വിദ്യാധരൻ സർ, ശ്രീമതി സംഗീത മാഡം, ശ്രീമതി നവീൻ നിഷാദ്, ശ്രീ ഫാറൂഖ് പെരുമ്പിലാവ്, എൻ്റെ ഒരു സുഹൃത്തായ ശ്രീ സോമസുന്ദരൻ സർ, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സദസ്സിലിരിക്കുന്ന ഇതിൻ്റെ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓണം കഴിഞ്ഞു, ഒരു പെരുന്നാൾ കഴിഞ്ഞു. ബിലേറ്റഡ് ആയെങ്കിൽ പോലും എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഈ സംഘടന, ഈ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എന്താണ് അവരുടെ ബൈലോ, എന്താണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളതിൽ പൊതുജനങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഹ്യൂമൻ വയലേഷൻ, അട്രോസിറ്റി ടു വിമൻ, ചിൽഡ്രൻ, പ്രായമായവർക്ക്, അതായത് ന്യായപരമല്ലാതെ നടക്കുന്ന ഏതൊരു സംഗതി കണ്ടാലും അതിന് എതിരായിട്ട് ആൾക്കാരെ കൂട്ടി സംഘടിച്ച് അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നതാണ് ഇതിൻ്റെ മെയിൻ അജണ്ട, മെയിൻ ആവശ്യം. അല്ലാതെ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാനോ വേറെ എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനം നടത്താനോ അതല്ല മുഖ്യം. അതും ചെയ്യാം, അത് നല്ല കാര്യമാണ്. അതിന് പ്രത്യേകം ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ നല്ലതാണ്. മെയിനായിട്ട് നമ്മുടെ സഹോദരി ഇന്നത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ലായിരുന്നു. കാലത്ത് സ്കൂളിൽ പോയിട്ട് കുട്ടികൾ തിരിച്ചു വരുന്നവരെ വീട്ടിലിരിക്കുന്നവർക്ക് അങ്കലാപ്പാണ്. നമ്മുടെ പെൺകുട്ടികൾ കോളേജിലോ ജോലിക്കോ പോയി തിരിച്ചു വരുന്നവരെ വീട്ടുകാർക്ക് ഭയങ്കര പ്രയാസമാണ്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കാര്യം 89 വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇപ്പോഴും ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണമായിരുന്നു എന്ന്. നമ്മളെ സംരക്ഷിക്കേണ്ട ഗവൺമെന്റും നമ്മൾക്ക് എല്ലാ സംരക്ഷണം തരേണ്ട പോലീസ് അധികാരികളും ഉദ്യോഗസ്ഥരും ഇന്ന് എങ്ങനെയാ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ കണ്ടു റീസെന്റ് ഒരു സാധു മനുഷ്യനെ എങ്ങനെയാണ് സ്റ്റേഷനിൽ ചെയ്തെന്നുള്ളത് നമ്മളെല്ലാം കണ്ടതാണ്. നമ്മൾക്കൊരു പ്രശ്നമുണ്ട്. ആരാണ്ടമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ശേലാണ് എന്ന് നാട്ടിൽ പറയണ മാതിരി, ഓ നമുക്കല്ലല്ലോ അയൽ വീട്ടിലല്ലേ. നാളെ നമ്മൾക്ക് നമ്മുടെ വീട്ടില് നമ്മുടെ മോന് അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്, ജ്യേഷ്ഠന്, അനിയന് ആണ് അങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താവുമായിരുന്നു? സാറ് പറഞ്ഞു ഇന്ത്യയുടെ എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി, എന്തിനു വേണ്ടിയാ കിട്ടി, അതിനെപ്പറ്റിയൊക്കെ മോഹൻദാസ് സാർ വളരെയധികം വിശദീകരിച്ചു. ഇന്നും നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ, പേടിയില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഒരു സൈഡിൽ പട്ടി, ഒരു സൈഡിൽ ആന, അങ്ങനെ ആൾക്കാരെ എന്നും കൊല്ലുന്നു. ഇവിടെ ചില നരാധരന്മാര് മനുഷ്യരെ ഇങ്ങനെ വേട്ടയാടുന്നു. പാകെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരവസ്ഥ വളരെ മോശമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ ഒരു ഭരണകർത്താക്കളെയോ ഒരു പാർട്ടിയെയോ ഒരു
മതത്തെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അപ്പോൾ ഇതിനെല്ലാം പൗരന്മാരായ നമ്മൾ പ്രവർത്തിക്കണം, ആശയവിനിമയം നടത്തണം, സംഘടനയും മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം, നമ്മൾ കാലത്ത് എഴുന്നേറ്റ് പത്രം വായിക്കുമ്പോഴും TV നോക്കുമ്പോഴും ഏതെങ്കിലും ഒരു ധ്വംസനം അല്ലെങ്കിൽ എന്താ പറയുക കൊലപാതകങ്ങൾ നമ്മൾ കേൾക്കുന്ന ഒരു നെഗറ്റീവ് ന്യൂസ് കൊണ്ടാണ് നമ്മുടെ ദിവസം പോകുന്നത്. അത് കാണുമ്പോൾ തന്നെ മാനസികമായിട്ട് നമ്മളുടെ പോസിറ്റീവ് എനർജി തന്നെ പോവുകയാണ്. ഒരു ദിവസങ്ങളിൽ നല്ലൊരു വാർത്ത കേട്ട് നമ്മൾക്ക് നമ്മുടെ ഡേ തുടങ്ങാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഇതിനൊക്കെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രധാനം. ഞാൻ പറഞ്ഞു, ഈ സംഘടനയ്ക്ക് എത്രമാത്രം ചെയ്യാം, എന്ത് ചെയ്യണം, പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ അതിന് എല്ലാവരുടെയും സഹകരണം വേണം. സാമ്പത്തികമായിട്ടും ഫിസിക്കലി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇന്ന് വളരെ പാട് കഴിച്ച് വളരെ പ്രയാസം അനുഭവിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഡോക്ടർ യൂസഫ് സാറിനെ. ആ വ്യക്തിത്വം എന്തോ ഒരു പെയിനാണ് അത് കൊണ്ടു നടക്കാൻ എടുക്കുന്നത് എനിക്കറിയാം, പേഴ്സണലി അറിയാം. എന്ന് ചോദിച്ചാൽ ആരും നിങ്ങൾ സഹകരിക്കുന്നില്ല എന്നോ സഹായം ചെയ്യുന്നില്ല എന്നുള്ളതല്ല അതിനർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകൾ ഇത്തരം അട്രോസിറ്റികൾ നാട്ടിൽ നടക്കുന്നതിനെ പറ്റി ചെറുക്കാനും നിങ്ങളെ സഹായിക്കാനും വേണ്ടത് ഒരു അത്യാവശ്യമാണ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സഹകരിക്കുക, സാമ്പത്തികമായിട്ടും ഫിസിക്കലി സഹായിക്കുക. ഈ സംഘടന നമുക്ക് അത്യാവശ്യമാണ്. ഇത് നിലനിർത്തേണ്ടത് ഇന്നത്തെ ഈ ലോകത്തിന് ആവശ്യമാണ്. കൂടാതെ ഒരു വാക്ക് കൂടി പറഞ്ഞിട്ട് നിർത്താം. ഇന്ന് ഏത് ചെറിയ LKG സ്കൂൾ തൊട്ട് യൂണിവേഴ്സിറ്റി തലത്തിൽ വരെ ഡ്രഗ്സിന്റെ ആധിപത്യം കൂടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾക്ക് പലർക്കും ഈ ഡ്രഗ്സിന്റെ മാരകമായ ഇത് അറിയുമെന്ന് എനിക്കറിയില്ല. ഇത് വൺസ് അതിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ ആ കുടുംബം നശിക്കും, ആ നാട് നശിക്കും, രാജ്യം നശിക്കും. ഇന്നത്തെ കാലത്ത് യുദ്ധം ചെയ്യാനായിട്ട് വിമാനങ്ങളോ റോക്കറ്റുകളോ ബോംബുകളോ ആയുധങ്ങളോ ഒന്നും വേണ്ട. ശത്രുക്കൾ ചെയ്യുന്നത് ഡ്രഗ്സ് കയറ്റി അയക്കുക, ഫ്രീലി അവൈലബിൾ ആക്കുക, നമ്മുടെ നാട്ടിലെ യുവത്വം നശിപ്പിക്കുക. യുവത്വം നശിച്ചാൽ ഒരു രാജ്യത്തിനും ആരെയും എതിർക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. സ്വന്തം അമ്മയെ ഡ്രഗ്സ് കിട്ടാൻ കാശില്ലാത്ത കാരണം വെട്ടിക്കൊലപ്പെടുത്തുന്നതും എത്ര കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ, ഒരു സങ്കടകരമായ അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന പ്രായമായ കാക്കന്മാരോട്, അമ്മമാരോട്, ബാപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നമ്മുടെ കുട്ടികളെയും പേരക്കുട്ടികളെയും ശ്രദ്ധിക്കുക. അവരെന്താ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ നോക്കുക. അവരെ നല്ല പൗരന്മാരായിട്ട് മനുഷ്യരെ ആദരിക്കാനും സ്നേഹിക്കാനും നിങ്ങളെ എല്ലാവരോടും അനുവാദത്തോടുകൂടി ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. താങ്ക് യു സർ. അടുത്തതായിട്ട് നമ്മുടെ ഈ സംഘടനയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കലാണ്. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ ഡോക്ടർ യൂസഫ് സർ കൊട്ടാരത്തിൽ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ 2024-25 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. ബഹുമാന്യരെ,
2024 ഒക്ടോബർ മാസം 6-ാം തീയതി ചേർന്ന നമ്മുടെ 15-ാം വാർഷിക ജനറൽ ബോഡി യോഗത്തിന് ശേഷം ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ചുരുക്ക റിപ്പോർട്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് കസ്റ്റഡി മരണവും പീഡനവും ധാരാളം വാർത്തയാകുന്നില്ല. ഇതോടൊപ്പം അന്യായമായ അറസ്റ്റും കസ്റ്റഡി പീഡനവും ഏറി വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള മനുഷ്യാവകാശങ്ങൾക്കെതിരെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ സ്വതന്ത്ര അന്വേഷണ ഏജൻസികളാൽ അന്വേഷണം നടത്തുക, സെല്ലുകളിലും ലോക്കപ്പുകളിലും മറ്റും മർദ്ദനം നടക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെയും CCTV ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ കേന്ദ്ര സംസ്ഥാന അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും നമ്മുടെ പ്രവർത്തന മേഖലകളിലൊക്കെയും ഈ സന്ദേശം എത്തിക്കുവാനും നമ്മുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ധാരണയായിട്ടുള്ളതും പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതുമായ വിവരം ബഹുമാനപ്പെട്ട മെമ്പർമാരെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും നാശനഷ്ടങ്ങളും സംഭവിച്ച പ്രദേശങ്ങളിൽ കേന്ദ്ര കമ്മിറ്റി പര്യടനം നടത്തി തദ്ദേശവാസികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും അവിടങ്ങളിലുള്ള നമ്മുടെ മെമ്പർമാരുടെ സഹായത്തോടെ താൽക്കാലിക സഹായങ്ങൾ നൽകുകയും നിയമോപദേശവും സംഘടനയുടെ പരിധിയിലൊതുങ്ങുന്ന സഹായങ്ങൾ നൽകുവാനും സാധിച്ചിട്ടുണ്ട്. ചെന്നൈ കേന്ദ്രീകരിച്ച് ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ മെമ്പറും ചെന്നൈ വെസ്റ്റ് കോളേജ് മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ അബ്ദുൽ ഖാദർ നിരവധി നിർധനരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായ ഉന്നത വിദ്യാഭ്യാസം നൽകുകയും അവർക്ക് മാന്യമായ ജോലിയും പദവിയും ലഭിക്കുവാൻ ഇടയായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു വരുന്ന സന്തോഷ വാർത്ത ബഹുമാന്യ മെമ്പർമാരെ അറിയിക്കുന്നതിൽ അഭിമാനമുണ്ട്. കർണാടക സംസ്ഥാനം പ്രസിഡന്റ് ഗവൺമെന്റ് ലോ കോളേജ് പ്രിൻസിപ്പാൾ ബഹുമാന്യനായ വെങ്കിടചലപതി സ്വാമി രാപ്പകൽ ഭേദമന്യേ മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണവും സഹായങ്ങളും നിയമോപദേശവും ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ഗവൺമെന്റ് മേഖലയിലുള്ള ഓഫീസുകൾ കേന്ദ്രീകരിച്ചും പാവപ്പെട്ട ജനങ്ങളിലും നടത്തി വരുന്ന കാര്യം സന്തോഷപൂർവ്വം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ എറണാകുളം, ആലുവ, പെരുമ്പാവൂർ മുതലായ സ്ഥലങ്ങളിൽ നമ്മുടെ അഭിവന്ദ്യരായ മെമ്പർ റിട്ടയർഡ് വിജിലൻസ് ഓഫീസർ ശ്രീ അബ്ദുൽ കലാം സാർ അവരുടെ നേതൃത്വത്തിൽ ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വരുന്നുണ്ട്. ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നതിനെതിരെയും ഉപയോഗിച്ച എണ്ണ ഉൽപ്പന്നങ്ങൾ ആവർത്തിച്ചു ഉപയോഗിക്കുന്നതിനെതിരെയും ഭക്ഷ്യവസ്തുക്കൾ, ഇലക്ട്രോണിക് വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എന്നിവ അലക്ഷ്യമായി ഊറ്റിയിടുന്നതിനെതിരെയും വലിച്ചെറിയുന്നതിനെതിരെയും ഈ സംഘടനയുടെ പ്രാരംഭഘട്ടം മുതൽ ഇതുവരെയും നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സംഘടനയുടെ മഹാരാഷ്ട്ര പ്രസിഡന്റ് ലഫ്റ്റനന്റ് കേണൽ റോക്ക് ഇറം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സിഇഒയും പാലക്കാട് ജില്ലയിലെ പ്രഭാപുരം സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളുമാണ്. കേണൽ റോക്ക് അവർക്ക് വിദേശ രാഷ്ട്രങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായും ആരോഗ്യ കേന്ദ്രങ്ങളുമായും വലിയ ബന്ധമാണുള്ളത്. അവിടങ്ങളിലെല്ലാം മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണവും തൽവിഷയത്തിൽ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ പ്രസക്തിയും ഇന്ത്യയിലും വിദേശ രാഷ്ട്രങ്ങളിലും പ്രചരിപ്പിച്ചതിന്റെ ഫലമായി വിദേശ രാഷ്ട്രങ്ങളിൽ പല ഉന്നത കേന്ദ്രങ്ങളിലും നമ്മുടെ സംഘടനയുടെ പരിശുദ്ധമായ ആശയാദർശം പ്രചരിപ്പിച്ചു വരുന്ന അനുഗ്രഹീതമായ സന്തോഷ വാർത്ത നമ്മുടെ മെമ്പർമാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഈ റിപ്പോർട്ട് വർഷം 3 എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകളും അർദ്ധവാർഷിക യോഗവും മെമ്പർമാർക്കിടയിൽ ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുവാൻ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗോവ സംസ്ഥാന പ്രസിഡന്റ്, ഗവൺമെന്റ് ലോ കോളേജ് പ്രിൻസിപ്പാൾ, പ്രശസ്തനായ സാമൂഹ്യ പ്രവർത്തകരും പരിസ്ഥിതി സംരക്ഷകനുമായ ശ്രീ MK ഷെയ്ഖ് ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ പേരും പ്രശസ്തിയും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന കാര്യത്തിൽ
ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ കേന്ദ്ര കമ്മിറ്റി അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നു. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ മെമ്പർ അഡ്വക്കേറ്റ് ഷാനവാസ് ഷാനവാസ് ഉണ്ടെങ്കിൽ ഒന്ന് കൈ കാണിക്കണേ. മിസ്റ്റർ ഷാനവാസ് കൈപൊക്കൂ. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ മെമ്പർ അഡ്വക്കേറ്റ് ഷാനവാസ് മയക്കുമരുന്നിനെതിരിൽ സന്ധിയില്ലാ സമരം നടത്തിയതിന്റെ ഫലമായി നമ്മുടെ സംഘടനയുടെ സൽപ്പേര് ആ പ്രദേശങ്ങളിൽ മുഴങ്ങുകയും ജനങ്ങൾ സംഘടനയുടെ മെമ്പർഷിപ്പ് സ്വീകരിക്കുവാൻ തയ്യാറായ സന്തോഷ വാർത്ത മാന്യ മെമ്പർമാരെ അറിയിക്കുന്നതിൽ അഭിമാനമുണ്ട്. ലക്ഷദ്വീപിൽ നമ്മുടെ പ്രവർത്തകർ വിശിഷ്ടമായ പതിവ് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതോടൊപ്പം ഒട്ടേറെ TB രോഗികൾക്ക് സൗജന്യ ഭക്ഷണ കിറ്റുകളും മറ്റു സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന സന്തോഷ വാർത്ത പ്രത്യേകം സ്മരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അരുണാചലം സാർ നിരന്തരമായ സാമൂഹ്യ സേവനം നടത്തി ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെയും തെരുവ് നായ്ക്കൾ, കാട്ടുപന്നി തുടങ്ങി മനുഷ്യജീവന് ഭീഷണി ഉണ്ടാക്കുന്ന മൃഗങ്ങളുടെ ശല്യത്തിനെതിരെയും നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നിരന്തരം ശ്രദ്ധ ചെലുത്തി വരികയും സാധ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നിരന്തരമായ നിയമ പോരാട്ടങ്ങൾക്ക് ശ്രമിച്ചു വരുന്നതും തുടർന്നുകൊണ്ടിരിക്കുന്നത്. സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹകരണങ്ങൾ നൽകി ഭരണസമിതിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ലീഗൽ അഡ്വൈസർ കേരള ഹൈക്കോടതി അഭിഭാഷകൻ ശ്രീ രാകേഷിന്റെയും മറ്റും സഹകരണങ്ങൾ എന്നും സംഘടനയ്ക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട്. നമ്മുടെ സംഘടനയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ബഹുമാന്യരായ എല്ലാ മെമ്പർമാരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ജനറൽ ബോഡിയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചുകൊള്ളുന്നു. ജയ്. Very good. The Asian Human Rights Organization and respected Vice President, Honorable Secretary, and respected all the dignitaries and members of this Human Rights Organization. I have seen the developments which are happened so far in this organization is everything is growing, and with all the respects and praise of the audience as well as participants who are here, and members and all the dignitaries, they are taking more effort than us. But however, I want to respect all and say that our constitution, which is very supreme and given all the rights to you as human rights, starting from the equality of before law and equal protection of laws, and no discrimination against caste, creed, sex and other things, and abolition of titles, abolition of this untouchability, all those things which are coming under these human rights, and starting from Article 12 to Article 35 of the Indian Constitution enunciated these rights, and at the same time the right which is enforceable as a fundamental right. Your rights are protected under the writs of the Indian Constitution as held by the Supreme Court of India, Honorable Supreme Court of India, and all the rights which are violated in this scenario is enforced through the writs. They are known as writ of mandamus against the state, writ of habeas corpus, which whenever the detained person illegally can be taken the help of habeas corpus under Article 226 of the Indian Constitution, and all the rights which were enforced by mandamus, which is against the government. Any government officers violating your rights, you can enforce the government office against this officer by writ of mandamus. Like this, all the rights which are given in our Constitution are well protected by the rights. Again, the directive principles of state policy, which is meant for the constitutional dimensions, where it protects the welfare of the human beings. Right now we have seen so much of violations of human rights for the children, for the laborers,
and labor rights are violated by the employer-employee relations, where the employer is taken autonomous decisions, then it affects the rights of the laborers. Then you can enforce through the acts which are there for the labor welfare acts like Workmen Compensation Act and other acts, Maternity Benefit Act, abolition of child labor. All these things are enunciated in our constitution, and also the constitution is supreme, as said by our honorable president regarding the importance of the case of the Bharti case, where the property rights interpretation was taken when the preamble was under the conflict that whether the preamble of the constitution is a part of the constitution. As was said in Midarawa's case that it was not a part, but in other case also, Beraburi also, it was said it is not a part of the constitution. But as said by our president of that, the preamble is a part of the constitution, and it is a very good decision where the change the scenario of India. India's scenario is changed, and it has effects on the human rights violations also, where it was held by Maneka Gandhi versus Union of India, the violation of human rights or the right to life and liberty, and also the educational enhancement of educational rights as held in Mohini Krishnan's and Uni Krishnan's case, and the state of versus state of Andhra Pradesh, and Mohini Jain versus state of Karnataka. All these things are the constitutional dimensions which to give the justice as in our held in our preamble also, social, economic and political justice. So I would like to conclude by giving a short speech, and I am very grateful to all the honorable President, Vice President, all the members of the Asian Human Rights Organization, and all the members who are here, of the dais, children, women, everybody. I respect everybody. Thank you to all of you for having given me a chance to speak few words here for the Human Rights Organization. Thank you, Madam. Thank you, sir. അടുത്തതായിട്ട് നമ്മുടെ പട്ടാമ്പി ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് വിദ്യാധരൻ സർ അവരെ സാദരം ക്ഷണിച്ചുകൊള്ളും. ഈ വേദിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ഓണറബിൾ മോഹൻദാസ് സാർ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത IAF വിംഗ് കമാൻഡർ ഗോപാലകൃഷ്ണൻ സാർ, വളരെ ബഹുദൂരം സഞ്ചരിച്ച് നാടകത്തിൽ നിന്നും വന്ന ലോ കോളേജ് പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ വേദിയിൽ വിശിഷ്ട വ്യക്തിത്വങ്ങളായിട്ടിരിക്കുന്ന എല്ലാവരും, ഈ സദസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും വളരെ സ്നേഹം അറിയിക്കുകയാണ്. 16ാമത് ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് പാലക്കാട് ജില്ലയുടെ ഈ ജമൽ ബോഡി 16ാമത് ജമൽ ബോഡിയിലേക്ക് ആശംസ അറിയിച്ച് സംസാരിക്കാനായി പട്ടാമ്പി ബാർ അസോസിയേഷൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് വിളിച്ച ഈ അസോസിയേഷൻ എല്ലാവിധ ആശംസകളും ആദ്യമായിട്ട് അറിയിക്കുകയാണ്. കർണാടകത്തിൽ നിന്നും വന്ന ബഹുമാന്യനായ ലോ കോളേജ് പ്രിൻസിപ്പൾ സംസാരിച്ചത് പൂർണ്ണമായിട്ടും അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിച്ച കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് നിൽക്കുന്ന മനുഷ്യാവകാശ കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതാണെന്നുള്ളത് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധയോടെയാണ് ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഞാൻ കേട്ടത്. നമ്മുടെ എല്ലാ മനുഷ്യാവകാശങ്ങളും ഇന്ത്യൻ ഭരണഘടനയുമായി വളരെയധികം കോറിലേറ്റ് ചെയ്ത് വളരെ ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണെന്ന സവിശേഷതയാണ് നമ്മളെല്ലാം ഇന്ന് ഈ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. തുല്യമായി ജീവിക്കാനുള്ള അവകാശം മൗലികമായിട്ടുള്ള അവകാശങ്ങളായിട്ട് രാജ്യത്ത് നിലനിൽക്കുകയാണ്. ഓരോ മനുഷ്യനും തുല്യമായിട്ട് ഈക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണെന്ന് ജീവിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ തുല്യരായിട്ട് ഏത് നിലയ്ക്ക് ആരാധനാ സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയും എന്നുള്ളത് ഭരണഘടനയുടെ മൗലികമായിട്ടുള്ള അവകാശമാണ്. സഞ്ചാര സ്വാതന്ത്ര്യം മൗലികമായിട്ടുള്ള അവകാശമാണ്. സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം മൗലികമായിട്ടുള്ള അവകാശമാണ്. ഇതെല്ലാം ഭരണഘടനയ്ക്കകത്ത്
മൗലികമായിട്ടുള്ള അവകാശങ്ങളായിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കാനുള്ള ഒരു മൗലികമായിട്ടുള്ള അവകാശം തന്നെ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. അതിന്റെ ആ അവകാശങ്ങളെ നമ്മൾ സ്വയം ബോധമായിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം ഇത് ഓരോ വ്യക്തികൾക്കും ഉണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ട് താനും. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആ സംസാരം മറ്റൊരാൾക്കും ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള ബോധ്യം ഭരണഘടന നമ്മളിൽ തരുന്നു. ഉറപ്പ് കൊടുക്കേണ്ട ബാധ്യത കൂടി നമ്മളിലുണ്ട്. അത് തുല്യമായിട്ട് നടക്കുമ്പോഴാണ് സന്തോഷപ്രദമായിട്ടുള്ള ആ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഹ്യൂമൻ റൈറ്റിന്റെ അവകാശമായിട്ട് നിലനിന്ന് പോകുന്നത്. അതിന് ലംഘനങ്ങൾ സംഭവിക്കുമ്പോഴാണ്, നമ്മൾ ആർക്കെങ്കിലും ശല്യക്കാരനാവുമ്പോഴാണ് ഹ്യൂമൻ റൈറ്റ് അവിടെ നിഷേധിക്കപ്പെടുന്നത്, ലംഘിക്കപ്പെടുന്നത്. അങ്ങനെ ലംഘിക്കപ്പെടുമ്പോൾ ആർക്കാണോ അതിന്റെ ഉപദ്രവം അല്ലെങ്കിൽ ആ പ്രയാസം അനുഭവിക്കുന്നത് അവൻ ഒരു മനുഷ്യ ആ അവകാശത്തെ നിലനിർത്തി കൊടുക്കേണ്ട ബാധ്യതയാണ് ഇത്തരമുള്ള സംഘടനകൾ നൽകി പോരേണ്ടത്. ഞാൻ ഈ സംഘടനയെ സംബന്ധിച്ച് പട്ടാമ്പി ഏതാനും കാലമായിട്ട് പട്ടാമ്പി നിയമ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും അടുത്ത കാലത്താണ് യൂസഫ് വക്കീലുമായിട്ട് അദ്ദേഹം ഈ ഒരുപക്ഷെ നിയമം കയ്യിൽ പഠിച്ച് സ്വായത്തമാക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരമുള്ള ഒരു കാര്യം മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കണം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നിരവധി സമരങ്ങൾ, എന്താ പറയാ, ശാരീരികമായിട്ടുള്ള സമരങ്ങൾ അല്ലെങ്കിൽ പോലും പ്രവൃത്തിയിലൂടെ നിരവധി സമരങ്ങളും പ്രതിസന്ധികൾ നേരിട്ടുമുണ്ട് അദ്ദേഹം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുകയാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് ഈ കൂട്ടായ്മയിലൂടെ രൂപപ്പെട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കുകയാണ്. അദ്ദേഹം ഇന്ന് അത് പ്രവൃത്തിയിലൂടെ ഒരു വക്കീൽ എന്ന പ്രവൃത്തിയിലൂടെ കൂടി നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മാത്രം. അതിന് മുൻപ് തന്നെ വക്കീൽ പദം കിട്ടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം അത് കൊണ്ടു നടന്നിട്ടുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുകയാണ്. അതിന്റെ ഒരു കൂട്ടായ്മ ഇതിൽ അനുഭവപ്പെടുക. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഈ പ്രവർത്തനങ്ങൾ പാലക്കാട് ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം നിരന്തരം മനുഷ്യാവകാശങ്ങൾ വിവിധ തരത്തിൽ ലംഘിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പട്ടാമ്പി അങ്ങാടിയുടെ പ്രത്യേകത നമ്മളെ നിരന്തരം കാണുന്നതാണ്. ഏത് സമയത്തും ബ്ലോക്കുകളാണ്. നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയാണ് ഇത് ബാധിക്കുന്നത്. നമുക്ക് സമയം പലപ്പോഴായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നിയമ ഒരു ലാറ്റിൻ മാക്സിം ഉണ്ട്. ഞാനത് വളരെ ഒരു ലളിതമായി പറയുകയാണ്. ഡ്യൂറാ ലെക്സ് സെഡ് ലെക്സ് എന്നാണ് അതിന്റെ ആ പദം. ലാറ്റിൻ മാക്സിം ആണ്. സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, മോഹൻദാസ് സാറെല്ലാം വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഡ്യൂറാ ലെക്സ് സെഡ് ലെക്സ്. നിയമം വളരെ കഠിനമാണ്, ബട്ട് ദാറ്റ് ഈസ് ദ ലോ. നിയമം കഠിനമാണ്, നിയമം നമ്മൾ പാലിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. അത് കഠിനമാണ്, പക്ഷെ അതാണ് നിയമം. അത് നമ്മൾ അംഗീകരിച്ചു പോകണം എന്നുള്ള ഒരു മാനസിക ബോധം നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം, നിരന്തരം ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം ഈ ബ്ലോക്കുമായി ബന്ധപ്പെട്ട് കാണുമ്പോൾ 8 മണിക്കും കാലത്ത് 8 മണിക്കും 10 മണിക്കും ഇടയിലാണ് കൂടുതലും അത് അന്ന് ബോധ്യപ്പെട്ടത്. ഒരു 2 സെക്കൻഡ് കൂടുമ്പോൾ നമ്മുടെ റോട്ടിൽ കൂടെ വലിയ വാഹനങ്ങൾ, ടോറസ് ലോറികൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ സ്കൂൾ ബസ്സും ധാരാളം ഓടിക്കൊണ്ടിരിക്കുന്നു. 8 മണിക്കും 10 മണിക്കും അതുപോലെ തന്നെ 4 മണി സമയത്തും ടോറസ് ലോറികൾ ഓടാൻ പാടില്ല എന്നുള്ള ഒരു IG-യുടെ ഓർഡർ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ നമുക്ക് അന്വേഷിച്ച് പിടിക്കണം. ഈ സമയത്ത് ടോറസ് ലോറികൾ കുട്ടികളുടെ സ്കൂൾ സ്വാതന്ത്ര്യത്തെ, സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് ധാരാളം നിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുക. പല തരത്തിലും പല ഉദ്യോഗസ്ഥ ബന്ധത്തെയും ഫോൺ ചെയ്ത് ബന്ധപ്പെടാൻ നോക്കി. ആരും വേണ്ടുന്ന രീതിയിൽ പ്രതികരിക്കുന്നില്ല. അവസാനം ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ നമുക്ക് ഫോണിൽ കിട്ടുന്നുണ്ട്. പറഞ്ഞു, ഇങ്ങനൊരു പ്രതിസന്ധി നമ്മുടെ പ്രദേശത്ത് നടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു ഉടനെ അതിന് വേണ്ടുന്ന ബന്ധപ്പെടലുകൾ നടത്താം എന്ന് പറഞ്ഞ് പല രീതിയിലും അതിന്റെ ഒരു ഇൻവോൾവ്മെന്റ് നടത്തി എന്നുള്ളത് മനസ്സിലാക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം 8 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് ഇത്തരമുള്ള ലോറികൾ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്ത് കിടക്കുകയാണ്. മുഴുവനായിട്ടല്ല, ഞാൻ ഇത് സൂചിപ്പിക്കാൻ കാരണം ഇത് ആർക്കു വേണേലും ഇതിൽ ഈ വിഷയത്തിൽ ബന്ധപ്പെടാം. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ, സ്കൂൾ സമയത്ത് സഞ്ചാര സ്വാതന്ത്ര്യത്തെ ബന്ധപ്പെട്ടുള്ള വിഷയം. ആർക്ക് വേണമെങ്കിലും ബന്ധപ്പെടാം. നമ്മുടെ പ്രദേശത്തുള്ള എന്താ പറയാ, സാധാരണ സമൂഹത്തിൽ ഉൾപ്പെടെ
പൊതു സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉൾപ്പെടെ അത് ബന്ധപ്പെട്ടിട്ട് ഇത്തരമുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ടതാണ്. ഇടപെട്ടാൽ മാത്രമേ അവകാശങ്ങളെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇതിനു വേണ്ടുന്ന സാഹചര്യങ്ങളും ചിന്തകളും ഇത്തരമുള്ള ജനറൽ ബോഡി മീറ്റിങ്ങുകളിലും തുടർ പ്രവർത്തനങ്ങളിലും ഈ ഹ്യൂമൻ റൈറ്റ്സിലും ഉൾപ്പെടെ ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് ഈ ജനറൽ ബോഡിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും നിർത്തുന്നു. നന്ദി, സ്നേഹം. താങ്ക് യു സർ. അടുത്തതായിട്ട് നമ്മളുടെ ഈ പ്രദേശത്തെ കൗൺസിലർ അംഗവും കൂടിയായ ശ്രീമതി സംഗീത അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നേരത്തെ യോഗത്തിന്റെ സ്വാഗതം പറഞ്ഞ ശ്രീ ഉണ്ണിയൻകുട്ടി അവർ, അധ്യക്ഷൻ ശ്രീ കെ മോഹൻദാസ് അവർ, ഉദ്ഘാടനം ചെയ്ത ശ്രീ ഗോപാലകൃഷ്ണൻ അവർ, പ്രിയപ്പെട്ട യൂസഫ് ഫറാസ് ഡോക്ടർ, മറ്റു വേദിയിലെ സദസ്സിലും വിശിഷ്ട വ്യക്തികളെ നമസ്കാരം. ഓണം കഴിഞ്ഞു, ചതയ ദിനമാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനമാണ്. അതുകൊണ്ട് തന്നെ ലോക ശാന്തിക്കും സമത്വത്തിനും വേണ്ടി പോരാടിയ ഒരാളുടെ ദിവസം തന്നെ നമ്മൾ ഈ ജനറൽ ബോഡി കൂടിയ ഒരു സന്തോഷമുണ്ട്. എനിക്ക് 2008-ലോ 2009-ലോ മറ്റുമാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ അതിന് തുടർന്നുള്ള ഒരു 3-4 ജനറൽ ബോഡി യോഗങ്ങളിലും അല്ലാതെയും ഒക്കെ സംബന്ധിക്കാനും അന്ന് മുതൽ ഇതിനു വേണ്ടി നമുക്ക് അറിയുന്ന ഒരു സംഘടന കൂടിയാണ്. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ഡോക്ടർ യൂസഫ് ഡോക്ടറാണ് അതിൻ്റെ ഒരു നെടുന്തൂണായിട്ട് നിന്നിരുന്നത്. പക്ഷേ ഇപ്പൊ ഇവിടെയുള്ള മോഹൻദാസ് സാറും അതുപോലുള്ള കുറെ പേര്, അതുപോലെ ഉണ്ണിയൻകുട്ടി സാറൊക്കെ തുടക്കം മുതലേയുള്ള ആളുകളാണ്. അപ്പൊ അവരൊക്കെ തുടക്കം മുതലേ കാണുന്ന ആളുകളാണ്. ഞാൻ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയത്, ഈ വേദിയിലുള്ള ഇരിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും ഞങ്ങൾ 2-3 ആളുകൾ ഒഴികെയുള്ള ആളുകൾ തങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം സേവനത്തിനായി, ഓരോ ജോലിയാണെങ്കിലും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ്. അവർക്ക് റിട്ടയർ ആയതിനു ശേഷമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. പക്ഷെ അവരെല്ലാവരും നമ്മളുടെ ഓരോരുത്തരുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ്. അവർ അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം വളരെയധികം റിട്ടയർ ആയിട്ട് കുറെ കാലങ്ങളായിട്ടാണ് മോഹൻദാസ് സാറൊക്കെ. പക്ഷെ നമ്മളെക്കാളും കൂടെ എനർജറ്റിക് ആയിട്ട്, നമ്മളെക്കാളും ഒരു ശ്രദ്ധിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അവർക്ക് എന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചു, ഞാൻ തുടക്കം ഇത് ശ്രദ്ധിക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ഓങ്ങല്ലൂർ കാരക്കാട് പ്ലാസ്റ്റിക് കത്തിക്കണേന്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നന്നായി പ്ലാസ്റ്റിക് കത്തിക്കുക, അവിടെ സ്വതവേ സ്ക്രാപ്പ് ബിസിനസ് കൂടുതലായതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിലൂടെ മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന ആ മലിനജലം അവിടെയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു പഠനം നടത്തി അറിയുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിതമായിട്ടുള്ള ആളുകൾ നമ്മുടെ ഓങ്ങല്ലൂർ കാരക്കാട് പ്രദേശങ്ങളിലൊക്കെയാണ്, പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് യൂസഫ് ഡോക്ടറും ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ ഒപ്പം ആളുകൾക്കൊരു സമരം മീൻസ് അത് തടയാൻ വേണ്ടിയുള്ള വളരെ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയത്. തീർച്ചയായും വലിയ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു. അന്ന് അതിന് വലിയൊരു ശമനം വന്നു പ്ലാസ്റ്റിക് കത്തിക്കുന്നതിനെതിരായിട്ട്. ഇപ്പോഴും സ്ക്രാപ്പ് ബിസിനസ്സും ഒക്കെ അവിടെ ഉണ്ട്. എന്നിരുന്നാലും ഈ ഇത്തരം ജനങ്ങളുടെ ജീവിതത്തിനെയും അവരുടെ ആരോഗ്യത്തെയും ബാധിക്കുന്ന കാര്യം കുറച്ചുകൂടി ശ്രദ്ധിക്കാം എന്നുള്ള തോന്നി തുടങ്ങിയത് അന്ന് മുതലാണ്. അവിടെ തീർച്ചയായിട്ടും അത്തരം സമരം നേരത്തെ സൂചിപ്പിച്ചു. തുടർന്ന് കഴിഞ്ഞ ഒരു ജനറൽ ബോഡി കൂടിയതിനു ശേഷം അവരിത് തീരുമാനങ്ങൾ പറഞ്ഞു. വളരെ വലിയ തീരുമാനങ്ങളാണ്. മനുഷ്യാവകാശം എന്ന് പറയാൻ നമ്മൾ ഓരോരുത്തർക്കും ഉള്ളത് തന്നെയാണ്. പണ്ട് നമ്മുടെ വീടുകളിലെ സ്ത്രീകൾക്ക് ഏറ്റവും മനുഷ്യാവകാശ ധ്വംസനം നടന്ന അവർക്ക് നേരെയായിരുന്നു. ഇപ്പോൾ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. സ്ത്രീകളൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങി, പൊതുപ്രവർത്തനങ്ങളിൽ വന്നു തുടങ്ങി. അതുപോലെ കാര്യങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയും ഒക്കെ എല്ലാവരും അറിഞ്ഞു തുടങ്ങി, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ പല പേരിലാണുള്ളത്. നേരത്തെ വക്കീൽ സൂചിപ്പിച്ചു, രാവിലെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്തുള്ള ബ്ലോക്ക് പലപ്പോഴും ഞാൻ ആലോചിക്കാറ്, തൃശ്ശൂർക്ക് പോവുകയാണെങ്കിലും കുന്നംകുളം വഴിക്ക് പോവുകയാണെങ്കിലും ഒക്കെ എല്ലായിടത്തും റോഡ് പണിയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ അവിടെ പ്രശ്നം പെടുന്നത് കാൽനട യാത്രക്കാര്, കുട്ടികള്, നടന്നു പോകുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത്. അവർക്ക് നടന്നു പോകാനുള്ള സൈഡിലുള്ള വഴികളൊന്നുമില്ല. റോഡിലൂടെ റോഡിലൂടെയാണ് ഞാനൊക്കെ പോകുന്ന സമയത്ത് കുട്ടികളൊക്കെ സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്നത്. നമ്മള് വണ്ടികൾ നിർത്തി അവർ പോകാനുള്ള സ്ഥലം സൗകര്യം കൊടുക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാം ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ മനുഷ്യാവകാശ സംശയങ്ങളൊന്നുമില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ ഇപ്പൊ
പ്രതികരിക്കാനാവാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ കൺമുന്നിൽ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രതികരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യവും നമുക്ക് നേടുന്നതിനുള്ള ഒരു അവകാശം എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ച ഒരു ടോറസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഞാനും പിന്നാലെ പോകുന്ന സമയത്ത് വലിയ ലോറിയില് കരിങ്കല്ല് കൊണ്ടുപോകും. പക്ഷെ കരിങ്കല്ലൊന്നും മൂടി ശരിക്കും മൂടണം എന്നുള്ളതാണ് നിയമം. ഈ കല്ലും മണ്ണും കൊണ്ടുപോകാൻ മൂടണം, ആ ലോറി മൂടണം എന്ന നിയമം. പക്ഷെ ഒരു ലോറി ഒന്നും മൂടിയിട്ടില്ല. ബാക്കിൽ വരുന്ന ബൈക്ക് വരുന്നുണ്ട്, അതുപോലെ മറ്റു കാറുകൾ വരുന്നുണ്ട്. അതൊരു ഗട്ടറിൽ വീഴാൻ ആ കല്ല് ഉറപ്പായിട്ട് ബാക്കിൽ വരുന്ന ആ വണ്ടി അല്ലെങ്കിൽ സ്കൂട്ടറാണ് ആളുടെ നേരത്തെ പതിക്കുന്നത്. യാതൊരു സംശയമില്ല ഇതിന്. അപ്പൊ നമ്മളത് വിളിച്ച് ട്രാഫിക് പോലീസിനെ വിളിച്ച് അറിയിക്കുകയാണ്. അവരത് മേലപ്പെട്ടാമി വെച്ച് തടഞ്ഞിട്ട് അത് കെട്ടി മൂടിയിട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ നമുക്കത് പറയാനോ, എനിക്കൊക്കെ ശരിക്കും അത് പറയാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള നമുക്ക് മനസ്സിന് അങ്ങനെ ഒരു ധൈര്യം വന്നത്, അങ്ങനെ ഒരു തോന്നൽ വരുന്നത് ഞാൻ പൊതുപ്രവർത്തനത്തിൽ വന്നത് കൊണ്ട് തന്നെയാണ്. യാതൊരു സംശയമില്ല. ഞാൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത്ര എന്താ പറയാ കാര്യങ്ങൾ ഇടപെട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇവിടെ സ്വാമിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ പഴയ വാട്ടിലത്തെ ആളുകളാണ്, മുമ്പിൽ ഇങ്ങനെ സ്വാമിയൊക്കെ. അപ്പൊ അങ്ങനെ കുറെ പേര് ഇപ്പൊ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിന്റെ കാര്യം, പരിസരങ്ങൾ എന്ന പ്രശ്നങ്ങൾ അദ്ദേഹം നമുക്ക് ഇടപെടാവുന്ന ആളുകളാണ്. പലപ്പോഴും ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽ പെടുത്തുന്നത് ഇത്തരം ആളുകളായിരിക്കും. ഇതിന്റെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, റോഡിന്റെ പ്രശ്നങ്ങൾ നടത്തുന്നുണ്ട് പറയുന്നത് ഇത്തരം ആളുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മളെ ഈ ഒരു പിന്നെ ഓർഗനൈസേഷന്റെ പേരിലാണെങ്കിലും അല്ലെങ്കിലും ഇതിൽ പ്രതിനിധികളാണെങ്കിലും അംഗമാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. കുറെ കാലത്തിന് ശേഷമാണ് ഞാനിത് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. കുറെ അധികം ആളുകൾ അംഗങ്ങളായിട്ടുണ്ട്. എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇവിടെ വരാനും രണ്ടു വാക്ക് സംസാരം സാധിക്കും സന്തോഷം അറിയിച്ചു വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായിട്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ സാർ അവരുടെ സാദരം ക്ഷണിച്ചു. ബഹുമാനായ ഹൃദയസ്ഥമായ ഈ സംഗമത്തിന്റെ അധ്യക്ഷൻ, നമ്മുടെ എല്ലാം ആദരണീയനായ 16 വർഷമായി ഈ സംഘടനയ്ക്ക് ധീരോദാത്തമായി നേതൃത്വം കൊടുക്കുന്ന ബഹുമാനായ റിട്ടയർഡ് ജില്ലാ ജഡ്ജി പ്രിയപ്പെട്ട മോഹൻദാസ് സാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ റിട്ടയർഡ് IAF ശ്രീ ഗോപാലകൃഷ്ണൻ, വിംഗ് കമാൻഡർ IAF ശ്രീ ഗോപാലകൃഷ്ണൻ സാർ, ഈ സംഘടനയുടെ എല്ലാമായി പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ബഹുമാനായ ഡോക്ടർ കൊട്ടാരത്തിൽ, പ്രിയപ്പെട്ട ഇതിന്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട മുനിയൻകുട്ടി സാർ, കർണാടകയിൽ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനായ ലോ കോളേജ് പ്രിൻസിപ്പൽ ശ്രീ വെങ്കടാചലപതി, പ്രിയപ്പെട്ട റിട്ടയർഡ് CBI ചെറുപ്പള്ളിശ്ശേരി ശ്രീ സേതുമാധവൻ സാർ, നല്ല ഒരു പ്രസംഗം കാഴ്ചവെച്ച പ്രിയപ്പെട്ട ബാർ അസോസിയേഷൻ പട്ടാമ്പിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് വിദ്യാധരൻ, കൗൺസിലർ ശ്രീമതി സംഗീത ഉൾപ്പെടെയുള്ള ബഹുമാനായ ശ്രീ ഫാറൂഖ് സാർ ഉൾപ്പെടെയുള്ള ഈ സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനരായ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ സംഘടനയുടെ 16ാം വാർഷിക യോഗമാണ് നടക്കുന്നത്. ഏതൊരു സംഘടനയാണെങ്കിലും ആ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ അവരാണ് നമ്മുടെ മാതൃക. നമ്മുടെ പ്രിയപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ഡോക്ടർ KK മോഹൻദാസ് സാറിന്റെ പ്രസംഗം നിങ്ങൾ കേട്ട് കാണും. ശ്രീ സംഗീത പറഞ്ഞ പോലെ പ്രായം കൊണ്ട് വലിപ്പാണെങ്കിലും മനസ്സുകൊണ്ട് ഇപ്പോഴും ഒരു യൂത്താണ്. തീർച്ചയായും ഇന്ന് നാം ഇന്ത്യ രാജ്യത്തെ ഒരു പൗരന്മാരായി നാം ഇരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയെ വളരെ ഹ്രസ്വമായ രീതിയിൽ ആണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്ത്യ രാജ്യത്ത് വൈവിധ്യങ്ങളുടെ നാടായ ഭാരതം എന്ന് പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്നു കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിലെന്ന് കവി പറഞ്ഞ പോലെ ഇന്ത്യ രാജ്യത്ത് ഒരു ഇന്ത്യൻ പൗരനായി, ഒരു ഭാരതീയനായി
നമുക്കെല്ലാം അഭിമാനം ഉണ്ടാകണം. എന്നാൽ ആ ഭാരതം എന്ന ആ സത്യം, ആ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന നമ്മളുടെ ആ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന തരത്തിലുള്ള ഒട്ടേറെ മോശമായ ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് എന്ന് പ്രിയമുള്ളവരെ നമുക്കറിയാം. ഇത് പറയുന്നത് മറ്റൊന്നുമല്ല, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഒരു പൊതുപ്രവർത്തകനാണ്. നിരന്തരമായി ജനങ്ങളുമായി സംവദിക്കുകയും ബന്ധപ്പെടുകയും ജനസേവന മുഖമുദ്രയായി പ്രവർത്തിക്കുന്ന ഒരു പത്തൊരു ജീവിതത്തിന്റെ ഒരു 4 പതിറ്റാണ്ടോളം പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഏഷ്യൻ റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സിന്റെ 2009-10 കാലഘട്ടത്തിൽ എന്റെ ബഹുമാന്യ സുഹൃത്ത് ഡോക്ടർ യൂസഫ് കൊട്ടാരത്തിലുമായി ഈ സംഘടനയ്ക്ക് ബീജാപാപം കൊടുക്കുമ്പോൾ അതുകൊണ്ട് തൊട്ടുചേർന്ന് അദ്ദേഹത്തിന്റെ ഒരു ശക്തനായ വക്താവായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു അഭിമാനബോധമുള്ള പ്രവർത്തകനാണ് ഞാൻ. തീർച്ചയായും അന്ന് ശ്രീ ഡോക്ടർ യൂസഫ് കൊട്ടാരത്തിന്റെ ആ നല്ല മനസ്സ് ഈ നാട്ടിലെ സാമൂഹ്യ തിന്മയ്ക്കെതിരെ ഈ രാജ്യത്ത് കാണുന്ന നമ്മുടെ സ്വന്തം, ആദ്യമായി തുടങ്ങേണ്ടത് സ്വന്തം നാട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നുമാണ്. ആ സ്വന്തം പ്രദേശത്തുള്ള വളരെ മോശമായ ജനങ്ങളുടെ ഇടപെടലിനെതിരെയുള്ള ഒന്ന് പ്രതികരിക്കണം സുലൈമാൻ ഖാൻ, നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹം നമ്മളുമായി സമീപിച്ചപ്പോൾ അതിന്റെ തുടക്കം മുതൽ അതിന്റെ ആരംഭകാലത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഇന്ന് അഭിമാനം കൊള്ളുന്നു. ഏതൊരു സംഘടനയ്ക്കും ഒരു 10-14 വർഷം കഴിയുമ്പോൾ നമുക്കറിയാം ഇന്ന് രാജ്യത്ത് ഒട്ടേറെ സംഘടനകളുണ്ട്. അത് ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന മനുഷ്യാവകാശ സംഘടനയാണെങ്കിലും ഏത് സംഘടനയായാലും എല്ലാ സംഘടനയുടെയും നമുക്കത് വേറൊന്നും പറയുകയില്ല, പൊതുവെ ലക്ഷ്യം എന്താണ്? ഒക്കെ സാമ്പത്തികമാണ്. ഒരു സാമ്പത്തിക ലാഭവുമില്ലാതെ, ഒരു സാമ്പത്തിക ലാഭേച്ഛ ലക്ഷ്യമല്ലാതെ താൻ ചെയ്യുന്ന പ്രവൃത്തി, അല്ലെങ്കിൽ ഞാൻ നേതൃത്വം കൊടുക്കുന്ന എന്റെ സംഘടന ചെയ്യുന്ന പ്രവൃത്തി അത് നല്ലതാവണം, അത് സമൂഹത്തിനും നാടിനും ഉത്തരോത്തരം നന്മ ചെയ്യാൻ ഉതകുന്ന ഒരു പ്രവൃത്തിയായി ആത്മാർത്ഥമായി ചെയ്യുക എന്ന ആ നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു ദൈവത്തിന്റെ കയ്യൊപ്പിനാൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി പ്രിയപ്പെട്ട ഡോക്ടർ യൂസഫ് കൊട്ടാരത്തിൽ നേതൃത്വം കൊടുത്തു എന്നതുകൊണ്ടാണ് ഇവിടെ ഇന്ന് പ്രസംഗിച്ച എല്ലാവരും പറഞ്ഞ പോലെ ഇത്രയും മനോഹരമായ, എന്തിനേറെ പറയുന്നു, ജീവിതത്തിന് നല്ല കാലം സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മാത്രം പാരമ്പര്യമുള്ള കുറെ വ്യക്തിത്വങ്ങൾ നമ്മുടെ സന്നിധിയിലായിരിക്കുകയാണ്. അവരെ എല്ലാം ചേർത്തുകൊണ്ട് ഓരോ കൊല്ലം കൂടുമ്പോൾ വളരെ മനോഹരമായി ഇതിന്റെ പ്രവർത്തനത്തിന് ആവേശം കൊടുത്തുകൊണ്ട് ഈ സംഘടനയെ വളർത്തണം, ഇതിനെ സഹായിക്കണം, ഇതിനെ സ്നേഹിക്കണമെന്ന് അവർ പറയുമ്പോൾ നമുക്ക് അഭിമാനം തോന്നുകയാണ്. എന്ത് കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു എന്നതല്ല, ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ആത്മാർത്ഥത, അതിലുള്ള സത്യസന്ധത, അതാണ് ഏറ്റവും പരമപ്രധാനം. ഇവിടെ സംഗീത പറയുകയുണ്ടായി, തുടക്കം കാലത്തിൽ ഓങ്ങല്ലൂർ എന്ന പ്രദേശം പട്ടാമ്പി പഞ്ചായത്തിന്റെ ഒരു ഭാഗമാണ്. അവിടെയുള്ള പ്ലാസ്റ്റിക് വയർ കത്തിക്കുന്നതിനെതിരെയും ഡയോക്സിൻ എന്ന മാരകമായ ആ വിഷവാതകം ശ്വസിച്ചുകൊണ്ട് അവിടുത്തെ ഒരു കണക്കുകൾ പരിശോധിച്ചാൽ ഒട്ടേറെ മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് നിദാനമായ ആ സംഭവത്തിനെതിരെയാണ് ഇവിടുത്തെ ചെറുപ്പക്കാരെയും സ്ത്രീകളെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ബഹുജന കൂട്ടായ്മയ്ക്ക് അന്ന് ശക്തമായി നേതൃത്വം കൊടുത്ത ഒരാളാണ് ഞാനും അതിൽ പങ്കാളിയായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഈ സംഘടന അന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരുപടി ശത്രുക്കൾ ശ്രീ യൂസഫ് കൊട്ടാരത്തിന് നേതൃത്വം വന്നില്ലെങ്കിൽ തന്നെ ഇന്നെല്ലാം യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടച്ചുകൊണ്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്ന സത്യമാണ്. ഈ സാമൂഹ്യ തിന്മയ്ക്കെതിരെ അന്ന് ഡോക്ടർ പറഞ്ഞെങ്കിൽ അതൊരു ആവശ്യമാണ്, അതൊരു സത്യമാണ്, അതിനെതിരെ പ്രതികരിക്കണം. അത് ഓരോ പൗരന്റെയും ഒരു 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 നാടിനെ സ്നേഹിക്കുന്ന ഒരു പ്രവർത്തകനായ നമ്മുടെ കടമയാണെന്ന ബോധത്തോടുകൂടി ഇന്ന് ജനങ്ങളെല്ലാം അദ്ദേഹത്തിനെ എതിർത്തവരെല്ലാം ഇന്ന് വളരെ അനുകൂലമായി വന്നിരിക്കും. അതൊക്കെ എന്തുകൊണ്ടാണ്? ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള സത്യസന്ധത, ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ആത്മാർത്ഥത, അത് നമുക്ക് വലിയ ഒരു കാര്യം തന്നെയാണ്, ഒരു വലിയ പ്രചോദനം തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഈ രാജ്യത്ത് ഒട്ടേറെ സംഭവങ്ങൾ നടക്കുകയാണ്. ഇന്ത്യ 1947 ഞാൻ ചുരുക്കുകയാണ്, 47 സ്വാതന്ത്ര്യം ഇന്ത്യക്ക് നേടിയിൽ തന്നെ ഇന്ന് രാജ്യം ഒരു 2ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പക്കത്തിലാണ്. ഈ രാജ്യത്തിന്റെ ബഹുസ്വരത, ഈ രാജ്യത്തിന്റെ മതേതരത്വം, ഈ രാജ്യത്തിന്റെ ജനാധിപത്യം അപകടത്തിലായ ഒരു സാഹചര്യത്തിലാണ് പ്രിയമുള്ളവരെ നാം നിൽക്കുന്നത്.
ഒരു ചെറിയ അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ ഈ ചെറിയ സംഘടനയ്ക്കും ചെറിയ കാര്യങ്ങൾ നമുക്കും ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. സംഘടിക്കുക, ശക്തരാകുക, തീർച്ചയായും ഇവിടെ പറഞ്ഞ പോലെ പ്രതികരണ ശേഷിയുള്ളവരായി തീരുക. ഈ രാജ്യത്തിന്റെ ആപൽഘട്ടത്തിലായി ഈ സമയത്ത് ഈ രാജ്യത്തിന്റെ മതേതരത്വം, ഈ രാജ്യത്തിന്റെ ജനാധിപത്യം, ഈ രാജ്യത്തിന്റെ ബഹുസ്വരത, ഈ രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത ഇത് നിർത്തുവാൻ ഈ മനുഷ്യാവകാശ സംഘടനയ്ക്കും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇവിടെ പറഞ്ഞു ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ സംഘടന ഇവിടുന്ന് തുടങ്ങി ഇന്ന് ലക്ഷദ്വീപിലും അതുപോലെ തന്നെ കർണാടകയിലും ഗോവയിലും ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിലും നല്ല വ്യക്തിത്വങ്ങളിലൂടെ നേരത്തെ ഇവിടെ ഷാനവാസ് എന്ന ചെറുപ്പക്കാരനെ പറ്റി പറയുണ്ടായി. വളരെ ആവേശമുള്ള ആത്മാർത്ഥതയുള്ള എന്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന് നേരത്തെ മലപ്പുറത്ത് നടത്തിയ ചെറുപ്പക്കാരന്റെ ആവേശത്തോടു കൂടി തീർച്ചയായും അവിടെ നടത്തിയ സാമൂഹ്യ തിന്മകൾക്കെതിരെ, ലഹരിക്കെതിരെയുള്ള പോരാട്ടം, അങ്ങനെ ചെറുപ്പക്കാർ ഈ സംഘടനയിൽ കടന്നു വരണം. അത് നമുക്കൊരു ആവേശമാണ്. ഡോക്ടർ യൂസഫ് കൊട്ടാരത്തിന്റെ പ്രായം 60-65 ആണെങ്കിലും മനസ്സൊന്നും യൂത്താണ്. സത്യസന്ധമായ നിലപാടുകൾ, അതിന് ഈശ്വരന്റെ സഹായം നമുക്ക് കിട്ടും. അത് യൂസഫല്ല, നമ്മളിതാലും കിട്ടും. നമ്മൾ നന്നാവണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും വാക്കും ഒരുപോലെയാവണം. അത് രാഷ്ട്രീയമായാലും സംഘടനയായാലും ഏത് പ്രവൃത്തിയായാലും ചെയ്യുന്ന പ്രവൃത്തിയും വാക്കും ഒരുപോലെ ആയെങ്കിൽ ഈശ്വരന്റെ കയ്യൊപ്പ് കിട്ടും. അങ്ങനെ ഈ സംഘടന ഒരു ദൈവത്തിന്റെ കയ്യൊപ്പുള്ള സംഘടനയാണ്. ഇതിനെ നമ്മൾ സ്നേഹിക്കണം. ഞാനും പറയുന്നു, ഇതിനെ സ്നേഹിക്കണം, സഹായിക്കണം. ഒരു മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി പോകണം. ഈ രാജ്യം അപകടത്തിലാണ്. നമുക്ക് ഒരു മനസ്സോടുകൂടി നമ്മുടെ സാഹോദര്യം, ഇന്ത്യയെ വീണ്ടെടുക്കാൻ, ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ, നമ്മുടെ ഐക്യം, സാഹോദര്യം, സ്നേഹം നിലനിർത്താൻ ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോകാം. അതിന് ഈ സമയത്ത് നമ്മുടെ ഈ യോഗത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഞാനൊരു ഔപചാരികമായ ഒരു കടമയിലേക്ക് സംസാരിച്ചുകൊണ്ട് സമയം കളയുന്നില്ല. വേദിയിലിരിക്കുന്ന ഉദ്ഘാടകൻ, ക്ലബിൻ്റെ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റ് മോഹൻദാസ് സാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഒരു കോവിഡ്, ഒരു നിപ്പ, ഒരു പ്രളയം, ഒരു പ്രകൃതി ദുരന്തം, ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടി വീണ്ടും ഒരു വേദിയിൽ സംസാരിക്കാൻ അവസരം തന്ന ദൈവത്തിനോട് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. കാലഘട്ടങ്ങൾ മാറി വരികയാണ്. പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു 2 വരി പാട്ടുപാടുന്നു. മധുവും ഷീലയും ഒക്കെ കാമുകന്മാരായിട്ടൊക്കെ അഭിനയിച്ച ഒരുപാട് വർഷങ്ങൾക്കുള്ള മുമ്പുള്ള സിനിമകളാണ്. മധു സാറിന് ഇപ്പോൾ 90 വയസ്സായി. ഞാൻ എങ്ങനെ സംസാരിച്ചത് ഇങ്ങനെ പോയാലും ഒന്നുകിൽ പോലീസിന്റെ അടുത്തേക്ക് എത്തും, അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്തും. അത് എൻ്റെ 2 മേഖലയായിരിക്കും. മംഗളം നേരുന്നു ഞാൻ മനസ്സിനെ, മംഗളം നേരുന്നു ഞാൻ, അലിഞ്ഞു ചേർന്നതിൽ ശേഷമൻ ജീവനിൽ പിരിഞ്ഞു പോയി നീ എങ്കിലും എന്നും മംഗളം നേരുന്നു ഞാൻ. ഒരു കാമുകി പിരിഞ്ഞു പോകണം. കാമുകി, ആ കാമുകീനെ അന്നത്തെ കാമുകൻ യാത്ര അയച്ചത് മംഗളം നിന്നുകൊണ്ടായിരുന്നു. ഇപ്പോഴത്തെ പുതിയ യുവതലമുറ കാമുകയെ മണ്ണൊഴിച്ച് കത്തിച്ചുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞത് ഇതാണ് 2 തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യാവകാശങ്ങളെപ്പറ്റി ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇവിടെ വേദി സംസാരിച്ച ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ സംസാരിച്ചു. വീണ്ടും ഞാൻ മനുഷ്യാവകാശത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മുഖം മനസ്സിന്റെ കണ്ണാടി എന്നുള്ളതിലേക്ക് എനിക്ക് പറയാൻ കഴിയും. ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇനി എത്ര ആളുടെ പ്രസംഗം കേൾക്കാൻ ബാക്കിയുണ്ടെന്നുള്ളതാണ്. സത്യം ആ ഒരു ആവർത്തന വിരസത ഇല്ലാതിരിക്കാൻ ഞാൻ തുറന്നു പറയുകയാണ്, ഞാൻ ഇതിന്റെ ഭാരവാഹി എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു പാട്ടോ ഒരു തമാശയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് നമ്മൾ ഈ വേദിയിലിരിക്കുന്ന ആൾക്കാരെ ദുഷിപ്പിക്കാതിരിക്കാനുള്ള നിങ്ങളുടെ മാനസികാവസ്ഥ അറിഞ്ഞുകൊണ്ട്, നിങ്ങളുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഒരു പാട്ട് ഇടയ്ക്ക് ഇല്ല, ഇപ്രാവശ്യം എന്തുകൊണ്ട് അതില്ല. എന്നാലും പോട്ടെ, നമ്മളൊരു സംഘടനയുടെ പ്രവർത്തന ശൈലി എന്ന നിലയ്ക്ക് ചിലപ്പോൾ നമ്മൾ സഹിക്കേണ്ടി വരും. ഞാൻ ഒരു 36 വർഷം കാക്കിയിട്ട്
റെസ്പോൺസിബിൾ ASI SI സർക്കിൾ, ഈ 5 മേഖലയിൽ 5 പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് 36 കൊല്ലം ജോലി ചെയ്തിരുന്ന ഒരു പോലീസ് നിയമപാലകൻ എന്നുള്ളതായിരിക്കും, ഒരു മുതിർന്ന പൗരൻ എന്നുള്ളതായിരിക്കും. 1-2 കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു സംഘടനയ്ക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമകാലീന സംഭവങ്ങൾ കണ്ടുകൊണ്ട് അതിനോട് ചർച്ച ചെയ്യാതെ അത് കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് ഒരു സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ഒരു യഥാർത്ഥ സംഘടന ആയിരിക്കില്ല. നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ഭാഗത്ത് ഒരു റോഡിലുള്ള കുഴി, ഒരു റോഡിൽ ടാർ റോഡിൽ പ്രധാന റോഡിലുള്ള ഒരു കുഴി, ആ കുഴിയിൽ ഒരാൾ കസേരയിട്ട് ഇരുന്നുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നുകൊണ്ട് പ്രതിഷേധിച്ചു നട റോഡിൽ. ആ റോഡ് പിറ്റേ ദിവസം അധികൃതർ ശരിയാക്കി. പിറ്റേ ദിവസം പത്രത്തിൽ വന്നു, ചാനലിൽ വന്നു, ആ റോഡ് പിറ്റേ ശരിയാക്കി. ഈ കരയുന്ന കുട്ടിക്ക് പാലുണ്ടോ എന്ന് പറഞ്ഞ മാതിരി ആണ് സംഭവങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള സംഭവങ്ങൾ. ഈ 2 കാര്യങ്ങൾ എനിക്ക് എൻ്റെ ചെയ്തിരുന്ന ജോലിയും ഈ എൻ്റെ ഒരു സ്വഭാവ ഒരു വിശേഷം അനുസരിച്ച് 2 കാര്യങ്ങൾ മനസ്സിൽ വേദനിക്കുന്ന ഒരാളാണ്. ഒന്ന്, ഞാൻ പ്രതിദാനം ചെയ്തിരുന്ന എൻ്റെ പിൻതലമുറക്കാരായ പോലീസുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥ. പട്ടാമ്പിയിൽ നിന്നും ചാലിശ്ശേരി കഴിഞ്ഞ അടുത്ത കുന്നംകുളം പോലീസ് സ്റ്റേഷൻ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഈയിടെ ഉണ്ടായിരുന്ന മർദ്ദനം, ഞാൻ ആ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ 2 കൊല്ലം ബസ്സായിരുന്ന ആളാണ്. വളരെ വളരെ വേദനാജനകമാണ്. ഒരു യുവാവിനെ കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കി. ആ CCTV ദൃശ്യങ്ങൾ 2 വർഷത്തിന് ശേഷം പുറത്തു വരുന്നു. ഇവിടെ ആരും അതിനെപ്പറ്റി ചർച്ച ചെയ്യാത്തതുകൊണ്ട് മാത്രമേ ഞാൻ ഇവർ പറയാൻ കാരണം. മനുഷ്യാവകാശ കമ്മീഷന്റെ ഏറ്റവും ഉദാഹരണമായിട്ടുള്ള സംഭവമാണ്. ഈ നാട്ടിൽ നിയമമില്ലാഞ്ഞിട്ടില്ല. നമ്മുടെ വക്കീൽ സാർ പറഞ്ഞു, എല്ലാ കാര്യങ്ങൾക്കും നിയമം ഉണ്ട്, പക്ഷെ അത് പ്രവർത്തിക്കാനുള്ള മേഖലയില്ല. ആ യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്ന ഒരു സംഭവം ഈയിടെ പത്രങ്ങളിലും ചാനലിലും ഉണ്ടായി. നമ്മൾ ഈ 1-4 ദിവസമായിട്ട് ആ കാഴ്ച സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചുരുക്കം ഞാൻ പറഞ്ഞുതരാം. കുന്നംകുളത്ത് ഒരു സ്ഥലത്ത് കുറച്ച് യുവാക്കൾ മദ്യപിക്കുന്നതായിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. പോലീസും SI പാർട്ടിയും പോയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പോയ സമയത്ത് ഈ യുവാവ് അതിനെ ചോദ്യം ചെയ്തു. തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. ആ ചോദ്യം ചെയ്ത യുവാവിനെ പോലീസ് ബലമായി ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. ജീപ്പിൽ വെച്ച് ഡ്രസ് അഴിച്ചു, ഷർട്ട് അഴിച്ചു, മർദ്ദനം തുടങ്ങി. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അതാണ് മർദ്ദിച്ചു. വളരെ നിഷ്ഠൂരമായ രീതിയിലുള്ള മർദ്ദനം. ഞാനും അതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഈ ഒരു വേദിയിൽ പറയാൻ പാടില്ല എങ്കിലും ഞാൻ പറയണം. പക്ഷെ എനിക്കത് നല്ലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒരു കള്ളനെ പിടിച്ചാൽ അവൻ ചോദ്യം ചെയ്തിട്ട് അവൻ പറയില്ല ഒരു കുറ്റകൃത്യം ചെയ്തവർ മാല പൊട്ടിച്ചു. അവരാണെന്ന് അറിയാം, 100% അറിയാം. ആ മാല എവിടെ എന്ന് പറഞ്ഞാൽ പറയുന്ന ചിലപ്പോൾ 2 കൊടുക്കേണ്ടി വരും. അതൊരു സത്യം, എല്ലാവർക്കും അറിയാം. അതില്ലാത്ത പോലീസല്ല. പോലീസിന് എന്ന് രാഷ്ട്രീയം വെച്ചോ അന്ന് തൊട്ട് പോലീസിന്റെ പിന്നോട്ടുള്ള പോക്ക്. ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയാം, ഈ 2 രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ SI ആയിരിക്കുമ്പോൾ എന്നെ 2 സ്ഥലത്തും 2 പാർട്ടിക്കാർ മാറ്റിയിട്ടുണ്ട്. അത് സത്യം, എനിക്ക് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ അഴിമതി നടത്തിയിട്ടോ സ്വജനപക്ഷപാതം നടത്തിയിട്ടോ വേണ്ടെന്ന് തോന്നിവാസം കാണിക്കുകയല്ല. രാഷ്ട്രീയക്കാർ പറഞ്ഞു കേൾക്കാത്തതുണ്ട്. ഏതായാലും നിർദ്ദേശിപ്പിക്കുന്നില്ല. പോലീസ് എന്നുള്ള വാക്ക് 5 വാക്കിന്റെ അർത്ഥം പൊളൈറ്റ്നസ്, ഒബീഡിയൻ, ലോയലിറ്റി, ഇന്റലിജൻസ്, കറേജ്, എഫിഷ്യൻസി. ടു പ്രൊട്ടക്ട് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ജീവനും സംരക്ഷിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഏറ്റവും പരമപ്രധാനമായ ജോലി. മനുഷ്യ ജീവനാണ്. ഞാൻ നിയമപഠിച്ച പുസ്തകമാണ് വലിയ പഠിച്ചിട്ടില്ലെങ്കിലും മനുഷ്യ ജീവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം. ഇന്ന് ഏറ്റവും വില കുറഞ്ഞ സാധനം മനുഷ്യ ജീവനാണ്. ഞാൻ ഒരാഴ്ച മുമ്പേ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു കുട്ടീനെ പട്ടികളിട്ടിട്ട് കടിച്ച് വലിക്കുന്ന സീനാണ് സംഭവം കണ്ടിട്ട് എനിക്ക് മനസ്സ് വേദനിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതൊക്കെ നടക്കുന്നുണ്ട്. ഈ നാട്ടിലെ ജനപ്രതിനിധികൾ വിചാരിച്ചാൽ അതൊക്കെ നിർത്താൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിക്ക് പട്ടിക്ക് കടി കേൾക്കുമ്പോഴേ നമുക്കറിയുന്നു. അതില്ലാത്തടത്തോളം അങ്ങനെയൊക്കെ പോകും.
അതിനെതിരെ നമ്മൾ പ്രതികരിക്കുക. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കാനേ പറ്റുള്ളൂ. കേരളം കേന്ദ്രത്തിനെയും കുറ്റം പറയും. ഇവിടെ ഫ്ലക്സ് ബോർഡ് വെക്കാൻ പാടില്ല എന്ന നിയമം വന്നു, അതിവിടെ ഉപയോഗിച്ചിരുന്നല്ലോ. അപ്പോഴൊന്നും നിയമങ്ങളില്ലേ? എന്തുകൊണ്ട് തെരുവ് പട്ടികളെ ഒതുക്കുന്നില്ല? അതിന് കേന്ദ്രത്തിനെയും മേനകാഗാന്ധിനെയും കുറ്റം പറഞ്ഞിരുന്ന കാര്യം. അവരിവിടെ കുറ്റം പറയും. നമ്മുടെ കുട്ടികളെ കടികൊണ്ട് മറ്റേ ആസ്പത്രിയിലും മരിച്ചു പോകും. എത്ര കുട്ടികൾ മനസാക്ഷിയുള്ളത് കാണാൻ പറ്റില്ല. ഞാൻ എന്റെ വികാരം കൊണ്ട് പറഞ്ഞു പോയതുള്ളൂ. ഈ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി സന്തോഷിപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന നല്ല കലാകാരന്മാർക്ക് വേഗം തെളിവെടുത്തുകൊണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മറ്റേ കലാഭവൻ നവാസ്. 51 വയസ്സുണ്ട്. എത്ര ആൾക്കാരെ ചിരിപ്പിച്ച ആളാണ് കലാഭവൻ മണി. ദുഷ്ടനെ പലവരെ വളർത്തും, നല്ലവരെ ദൈവം വിളിച്ചോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു തീർക്കുന്നില്ല. പിന്നെ ജനങ്ങളുടെ ക്വാളിറ്റി ഉള്ള ഒരു പോലീസ് നാട്ടിൽ വരാൻ പാടില്ല. ജനങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് പോലീസാണ് വേണ്ടത്. എന്തായാലും ഞാൻ പറഞ്ഞ എനിക്ക് എൻ്റെ ഒരു വികാരം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, കാലഘട്ടങ്ങളിൽ അത് നടന്നുകൊണ്ടേയിരിക്കും. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്നെ ഒരു ചുമതല കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. 2024-2025 വർഷത്തെ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന്റെ വരവ് കണക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം ഞാൻ നിർവഹിക്കണം. വരിസംഖ്യ 17,250. കാണുന്നില്ല, വയസ്സായതുകൊണ്ട് കണ്ടുണ്ടാക്കട്ടെ. വരിസംഖ്യ 17,250. സംഭാവന 91,700. അഡ്മിഷൻ റിന്യൂവൽ 750. ആകെ വരവ് 1,09,700 രൂപ. ചെലവ് വാർഷികം 46,400. ഓഫീസ് വാടക 36,000. വൈദ്യുതി ബില്ല് 1,420 രൂപ. ഓഫീസ് ക്ലീനിങ് 3,650 രൂപ. പ്രസ് ഹോസ്റ്റൽ വെബ്സൈറ്റ് പുതുക്കൽ 8,550 രൂപ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പര്യടനം 9,200 രൂപ. അത്യാവശ്യ സഹായങ്ങൾ 5,200 രൂപ. ആകെ ചെലവ് 1,10,14,400 രൂപ. മുൻ നീക്കിയിരിപ്പ് 1,360. ആകെ വരവ് 1,09,700. മൊത്തം സംഖ്യ 1,11,780. ആകെ ചെലവ് 1,09,700. ബാക്കി തുക 2,080. ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ശ്രീ KT ഹംസ, മലപ്പുറം കമ്മിറ്റി ആശംസയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മുഖ്യാതിഥി, മറ്റു വേദിക്ക് പുറത്തിരിക്കുന്ന ബഹുമുഖ വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, ഓണാശംസകൾ, നബിദിനാശംസകൾ, ഒപ്പം തന്നെ ഗുരുജയന്തി ആശംസകളും നേർന്നുകൊള്ളുന്നു. മനുഷ്യാവകാശ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളാണ്. അടിസ്ഥാനപരമായി അതാണ് മനുഷ്യാവകാശ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അത്തരം മനുഷ്യാവകാശ ലംഘനങ്ങളിൽ മുഴുവനും നമുക്കെല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുകയില്ല. പക്ഷേ നമ്മൾ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുക. ഇവിടെ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എന്ന സംഘടന പല പ്രവർത്തനങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ചാരിതാർത്ഥ്യജനകമായ ഒരു കാര്യം നമുക്കറിയാം. ഒട്ടേറെ ക്യാൻസർ രോഗികളെ നമുക്ക് ക്യാൻസർ ഇല്ലാതാക്കുവാനും അവരെ പുതിയ രോഗികളാക്കി മാറ്റാതിരിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ഈ കാരക്കാട്, പട്ടാമ്പി തുടങ്ങിയ പ്രദേശങ്ങളിൽ അവർ നടത്തുകയും അവർ എന്ന് പറഞ്ഞാൽ നമ്മളടക്കമുള്ള പ്രവർത്തനം നമ്മൾ നടത്തുകയും അതിൽ വിജയിക്കുകയും ആ പ്രവർത്തനം ഇന്ന് പല ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയും അവർക്ക് പ്രചോദനമാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എന്ന ഈ സംഘടന ഇന്ന് ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലും മലേഷ്യ, UAE, ലക്ഷദ്വീപ്, അന്തമാൻ തുടങ്ങിയ പല ഭാഗങ്ങളിലും വളരെ നല്ല രീതിയിൽ
അവരാൽ കഴിയുന്ന സേവന പ്രവർത്തനങ്ങൾ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ മോഹൻദാസ് സാർ, നമ്മുടെ ഉണ്ണിക്കുട്ടി സാറ്, നമ്മുടെ ഇതിൻ്റെ എല്ലാമായ യൂസഫ് കൊട്ടാരത്തിൽ, ഇങ്ങനെ ഓരോരുത്തരെയും എടുത്തു പറഞ്ഞാൽ ശ്രീമാൻ കൊണ്ടാട്ടം, അതിന് ഓരോരുത്തരെയും എടുത്തു പറഞ്ഞാൽ തീരുവില്ല. അത്രയധികം പ്രവർത്തനങ്ങൾ ഈ പ്രായത്തും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് നമുക്ക് വഴികാട്ടികളാണ്. നമ്മളും മനുഷ്യർ എന്നും മനുഷ്യാവകാശ ലംഘനത്തിന്, കാരണം ക്ഷണികമായ ജീവിതമാണ് നമുക്കുള്ളത്. നമ്മളാൽ കഴിയുന്ന ഇരുട്ടുമുറിയിൽ ഇരുന്ന് ഇരുട്ടിനെ പഴിക്കാതെ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ച് അവിടെ വെളിച്ചം പ്രകാശമാക്കാൻ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സർ. അടുത്തതായി ആശംസ പ്രസംഗത്തിന് വേണ്ടി ശ്രീ സേതുമാധവൻ സർ, റിട്ടയർഡ് CBI ചെറുപ്പുളശ്ശേരി. Good afternoon to all. Let me thank you to speak few words in front of the eminent personalities of our Asian Human Rights Organization, and I feel very happy to speak some words in front of you. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ സംഘടന മനുഷ്യാവകാശ ലംഘനം നമ്മുടെ ഭരണഘടനയിൽ പ്രസ്താവിച്ചിട്ടുള്ള നമ്മുടെ മൗലികാവകാശങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ആളുകളെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ കുട്ടികളുടെയും സ്ത്രീകളുടെയും അച്ഛനമ്മമാരുടെയും ഒക്കെ പേരിൽ നടത്തിയിരുന്ന ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ നമുക്ക് തടയിടാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ പ്രസ്ഥാനം നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആവേശം കൂടി നമുക്ക് തരുന്നുണ്ട്. നമ്മളെവിടെ കണ്ടാലും എന്തു തന്നെ നമ്മുടെ മനസ്സ് പറയുന്നു ഇത് ഒരു മനുഷ്യാവകാശ ലംഘനമാണ്, പക്ഷെ അതിനകത്ത് പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് ചേർന്ന് മനുഷ്യാവകാശ ലംഘനങ്ങളെ മുക്കിലും മൂലയിൽ നടക്കുന്ന ലംഘനങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയിടാൻ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള യൂസഫ് കൊട്ടാരത്തിൽ അവരുടെ കരങ്ങൾക്ക് കരുത്തു പകരാൻ പിന്നിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അവർക്കതിനുള്ള അവയർനെസ് ക്ലാസുകൾ നൽകാനും നമുക്ക് സാധിക്കണം. ഇവിടെ തന്നെ നമുക്ക് വളരെ കുറച്ചുമേ ചെറുപ്പക്കാർ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ ഊർജ്ജ പ്രവർത്തകർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇത്തരം പ്രസ്ഥാനങ്ങളെ മുന്നോട്ട് നയിക്കും നമ്മുടെ മാർഗദർശികളായിട്ടുള്ള ശ്രീ മോഹൻദാസ് സർ, ശ്രീ വെങ്കടാചലപതി സർ, വിംഗ് കമാൻഡർ ശ്രീ, പിന്നെ അതോടൊപ്പം ഇന്നൊരു ചെറിയൊരാണ് വീഴ്ച പറ്റിയ കുട്ടിക്ക് ഞാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട കുട്ടിയുമാണ്. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ ഒരു ശിവരി എനിക്ക് തോന്നുന്നു. എന്തായാലും കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ ഈ പ്രസ്ഥാനത്തിൻ്റെ സംഘാടക പ്രവർത്തകരോടും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ആത്മമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി അഭിനന്ദന പ്രസംഗത്തിന് വേണ്ടി ശ്രീ ഫാറൂഖ് പെരിമ്പിലാവ്, റിട്ടയർഡ് IAF. ആദരണീയരായ സദസ്സിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും
എൻ്റെ സ്വാഗതം, നന്ദി, അതിനോടുകൂടി അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നമ്മുടെ സംഘടനയുടെ സ്വഭാവം അനുസരിച്ച് ഇവിടെ എന്തെങ്കിലും കൂടുതൽ സംസാരിച്ചാൽ അത് ഒരു ലംഘനമാണ്. കുറച്ച് സംസാരിച്ചാലും ലംഘനമാകും. എന്താ ഇയാളൊന്നും പറയാതെ പോകുന്നത്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവകാശമുള്ളതുപോലെ നിങ്ങൾക്ക് കേട്ടിരിക്കാനും കേൾക്കാതിരിക്കാനുമുള്ള അവകാശവുമുണ്ട്. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനൊരു പ്രസംഗികനല്ല, കൂടുതൽ പ്രസംഗിക്കാൻ അറിയില്ല. 10-16 വർഷം നമ്മുടെ ഈ സംഘടന മുന്നോട്ട് പോയത് വളരെ സ്തുത്യർഹമായ വളരെയധികം നല്ല സേവനങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഈ സംഘടന ജന്മമെടുക്കാനുണ്ടായ ഒരു കാരണം ഇന്നും നമുക്ക് ഒരു ചെറിയ ഒരു പിടിലത്തോടു കൂടി മാത്രമേ നമുക്കത് ഓർക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മളുടെ ഈ ഓങ്ങല്ലൂർ ഭാഗത്തു നിന്നുണ്ടായ ഈ സംഘടന ഇപ്പോൾ വളർന്നു വലുതായി ഒരു ഇൻ്റർനാഷണൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രസക്തിയുള്ള ഒരു സംഘടന ഉണ്ടായപ്പോൾ മറ്റു ദൂരത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താണോ ഇവിടെ സംഭവിക്കുന്നത് എന്ന് തോന്നിക്കണം. എന്നാൽ അത് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന നമ്മളുടെ സുഹൃത്തുക്കളും സാമൂഹിക സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ മനുഷ്യാവകാശ ലംഘനങ്ങളെ എതിർക്കുവാൻ വേണ്ടി മാത്രം ഉണ്ടായിട്ടുള്ള ഈ നമ്മുടെ സംഘടന പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും പ്രസംഗിക്കാനല്ലാത്തതുകൊണ്ടുള്ള പ്രയാസമാണ്. എന്തായാലും മനുഷ്യാവകാശ പ്രവർത്തനം അത്ര എളുപ്പമല്ല. പ്രശംസിച്ചാലും ആരെങ്കിലും കോപിക്കും, പ്രതിഷേധിച്ചാലും അതിനെ എതിർക്കാൻ ആളുണ്ടാകും. അതുപോലെ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു സംഘടനാ രൂപത്തിൽ എന്തെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ കൂടി ഒന്നിച്ചു കൂടി നിന്നാലേ നമ്മളുടെ പൊതു ശത്രുക്കളായ ശത്രുക്കൾ എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും മനുഷ്യാവകാശങ്ങളെ പലപ്പോഴായിട്ടും ചെറിയ രൂപത്തിലും വലിയ രൂപത്തിലും ലംഘിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ മുഖത്തൊരു പുഞ്ചിരിയോടുകൂടി ധൈര്യത്തോടെ പറയുക, ചെറിയ ചെറിയ ഇടപെടലുകളിലൂടെ നമുക്കതിനുള്ള അതിനുള്ള എന്താ പറയുക പ്രയാസങ്ങൾ ഇല്ലാതാക്കുവാനുള്ള സൗകര്യങ്ങൾ കണ്ടുപിടിക്കുക, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം. ഈ 16ാം വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ കൂടുതൽ ഒന്നും പറയാനില്ല. നമ്മളുടെ ഈ സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സർ. നമുക്ക് ദേശീയ ഗാനം, അതിനുശേഷം യൂസഫ് കാരക്കാട് നമുക്ക് വേണ്ടി പാട്ട് പാടാനുള്ള ഭാഗ്യം കേൾക്കാനുള്ള ഭാഗ്യം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യം ദേശീയ ഗാനം, അതിനുശേഷം ഈ നാട്ടുകാരനായ യൂസഫ് ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല വംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ തപ ശുഭ നാമേ ജാഹേ തപ ശുഭ ആശിഷ മാഹേ गाहे तब जय गादा जनगण मंगल दायक जय हे भारत भाग्य विदाता जय हे जय हे जय हे जय जय